നൽകിയിട്ടുണ്ട്. കാരണം എന്താണ്, പഴയ നിയമപുസ്തകത്തിലുടനീളം കൽപ്പനയുടെ ചാകരയാണ്, എല്ലാം കൽപ്പനയാണ്, മൊത്തം കൽപ്പനയാണ്. എന്ത് പറയും, ഞാൻ എന്ത് പറയണം, എന്ത് പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു. അതായത് ഇവർക്ക് ഈ കൽപ്പനകളൊക്കെ അനുസരിച്ചേ മതിയാവൂ. ഇവർ അതായത് നിത്യസ്വർഗം നേടാൻ ആഗ്രഹിക്കുന്ന ഇവർക്ക് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നതൊക്കെയും യേശു കൊടുത്തിരിക്കുന്ന ഉപദേശം മൊത്തത്തിൽ പഴയ നിയമ പുസ്തകത്തിലുള്ള എല്ലാ കൽപ്പനകളും തന്നെയാണ്. അവിടെയാണ് നിത്യജീവൻ ഉള്ളത്. ആ കൽപ്പനകളൊക്കെ അനുസരിച്ചാൽ മാത്രമേ ഇവർക്ക് നിത്യസ്വർഗം കിട്ടുള്ളൂ എന്നാണ് പറയണത്. അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ് എന്നാണ് യോഹന്നാന്റെ പുസ്തകം 12:49-50 വാക്യങ്ങൾ. കുടുംബദൈവമായ യഹോവയുടെ കൽപ്പന തന്നെയാണ് നിത്യജീവനെന്ന് യേശുവിനെ പോലെ തന്നെ യഹൂദന്മാരും വിശ്വസിക്കുന്നുണ്ടെന്നും, അതായത് ഈ കൽപ്പന തന്നെയാണ് നിത്യജീവനെന്ന് യഹൂദന്മാരും വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. യോഹന്നാൻ 5:39 വാക്യം. മറ്റുള്ളവരെ സംബന്ധിച്ച് അന്യദേവന്മാരായ യേശുവിനെയും യഹോവയെയും ആരാധിക്കണം എന്ന് പറഞ്ഞ് പാവങ്ങളായ മനുഷ്യരെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി ചെന്നതുകൊണ്ട് മാത്രമാണ് പൗലോസ്, അതുപോലെ പത്രോസ്, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ, മൊത്തം സകലമാന ക്രൂരന്മാരായിട്ടുള്ള പ്രവാചകന്മാരാണ് കേട്ടോ. പ്രവാചകന്മാരെ എന്ന് വിചാരിക്കുമ്പോൾ ഇവരൊക്കെ ഭയങ്കര വിശുദ്ധര്, പഞ്ചപാവങ്ങളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് വായിച്ചു നോക്കിയിട്ടുള്ളവർക്കറിയാം. പൗലോസ്, പത്രോസ്, പഴയ നിയമപുസ്തകത്തിൽ ഉടനീളമുള്ള ഈ പ്രവാചകന്മാർ എന്നിവരൊക്കെ കൊല്ലപ്പെട്ടത് ചുമ്മാതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? കുൽസിത പരിപാടിയായിട്ടുള്ള ഈ മതപരിവർത്തന വേല കൊണ്ട്, അതായത് ഇവരൊന്നും സ്വാതന്ത്ര്യ സമര സേനാനികളോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള അസമത്വങ്ങൾക്കെതിരായി, സാമൂഹ്യ തിന്മകൾക്കെതിരായിട്ട് അടിമത്തം പോലുള്ള, വിവേചനം പോലുള്ള, അഭിപ്രായ സ്വാതന്ത്ര്യം പോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ആൾക്കാരല്ല. ഇവര് പറയുന്ന കാര്യം, അതായത് ഇവരുടെ ദൈവം ചുട്ടുകൊല്ലാൻ, അതായത് മതപരിവർത്തനം നടത്താൻ വരുന്ന ആൾക്കാരെ ചുട്ടുകൊല്ലണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ഇവർ മറ്റുള്ളവരോട് ചെയ്തത് കൊണ്ടാണ് ഇവർക്കൊക്കെയും അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ ദുർമൃത്യു വരിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ഈ സുവിശേഷം പറയാൻ വേണ്ടി പോയിട്ട് ഇങ്ങനെയുള്ള ദുർമൃത്യുവൊക്കെ ഇവർ ഭരിച്ചു എന്നാണ് പറയുന്നത്. അത് വലിയ കൊട്ടിഘോഷിച്ച് വലിയ എന്താണ്, അവര് സഹനത്തിന്റെ മാലാഖയാണ്, വെള്ളരി പ്രാവാണെന്നൊക്കെയാണ് ഇവിടെ വന്ന് കെട്ടിഘോഷിക്കുന്നത്. നോക്കുക, ചുട്ടുകൊല്ലപ്പെട്ട, അതായത് ചുട്ടുകൊല്ലാനാണ് ഇവന്മാരോട് ഇവരുടെ പുസ്തക ദൈവം പറഞ്ഞിരിക്കുന്നത്. അതേ കാര്യമാണ് മറ്റുള്ള നാട്ടുകാർ ഇവരോട് ചെയ്തത് എന്ന് ആരോടും പറയില്ല. നോക്കുക, അപ്പൊ ഇവരൊന്നും സ്വാതന്ത്ര്യ സമര സേനാനികളോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽപ്പെട്ടിരിക്കുന്ന അസമത്വങ്ങളോട്, സാമൂഹിക അസമത്വങ്ങളോട്, അതായത് ഇവരുടെ ദൈവം തന്നെ ഇറക്കി കൊടുത്തിരിക്കുന്ന ഈ അടിമത്തം പോലുള്ള, അതുപോലെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ പ്രസംഗിച്ചത് കൊണ്ടോ പ്രവർത്തിച്ചത് കൊണ്ടോ മനുഷ്യരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതിന്റെ പേരിലോ കൊല്ലപ്പെട്ട ആൾക്കാരല്ല. നേരെ മറിച്ച് ഈ കുൽസിതമായിട്ടുള്ള മതപരിവർത്തനം എന്നുള്ള ഈ പരിപാടി തൊഴിലാക്കി, അതുപോലെ തന്നെ മേലനങ്ങാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്പത്തൊക്കെ അടിച്ചു മാറ്റി ജീവിക്കാൻ വെമ്പൽ കൊണ്ട ആൾക്കാരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത, ഇങ്ങനെ പറയുന്നു കേട്ടോ, അതായത് നിങ്ങൾ വിചാരിക്കണ്ട ഈ യേശുവിന് ശേഷമാണ് ഈ സുവിശേഷമൊക്കെ കൊണ്ട് വിറ്റ് ഇവർ നടക്കാൻ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത്. അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഹൂദന്റെ വീണ്ടും ഒരു കെണിയാണ് ഇവിടെ പറയുന്നത്. അതായത് യഹൂദൻ ഇത് എന്നും ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലാണ്, എന്നും ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലാണ്. അതായത് തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അതായത് ഇവർ പറയാണ്, അതായത് മറ്റുള്ള മനുഷ്യരൊക്കെ ഇവരോട് വന്ന് സുവിശേഷം അല്ലെങ്കിൽ എന്റെ ദൈവത്തെ നീ ആരാധിക്കൂ എന്നൊരു ക്രിസ്ത്യാനിയോടോ യഹൂദനോടോ പറയാൻ പാടില്ല. അപ്പൊ അവനെ ശരിപ്പെടുത്തി കളയണം, വാളിന് നിർദ്ദയം ഇരയാക്കി കളയണം. അവന്റെ കുടുംബത്തോടൊപ്പം മാത്രമല്ല പട്ടണത്തെയും അതുപോലെ തന്നെ അവന്റെ സകല ജീവജാലങ്ങളോടുകൂടി അവിടെ തീയിട്ട് ചുട്ട് ചാമ്പലാക്കണം, ദഹനബലിയാക്കി എനിക്ക് തരണം എന്ന് പറയും. ദഹനബലി എന്ന് പറഞ്ഞാൽ തീറ്റയാണ് കേട്ടോ. ദഹനബലി, ബലിയാക്കുക എന്ന് പറഞ്ഞാൽ യഹോവയ്ക്ക് ഇഷ്ടമുള്ള രക്തവും മേധസ്സും ഭക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവനെ ചുട്ട് ഭക്ഷിക്കുക എന്നുള്ളതാണ് യഹോവ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് റോമാപുസ്തകം 10:14-15 വാക്യങ്ങൾ. ഇതെവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? യെശയ്യാവിന്റെ പുസ്തകം 52-ാം അധ്യായം 7-ാം വാക്യം. കാരണം യെശയ്യയും ഇതേ തൊഴിലാളിയായിരുന്നു. അതായത് സുവിശേഷം പറഞ്ഞ് നാട് മുഴുക്ക നടക്കുക. അതുപോലെ യോനാ പ്രവാചകനോട് ഓടി നിനവെ പട്ടണത്തിലേക്കൊക്കെയാണ് ഇദ്ദേഹം പോയി സുവിശേഷം എന്നുള്ള ഈ ദുർവിശേഷം പറഞ്ഞ്, അതായത് മറ്റുള്ളവന്റേതൊക്കെ തെറ്റ്, എന്റേത് മാത്രം ശരിയെന്നും പറഞ്ഞ് പോയിട്ടുള്ള ആൾക്കാര്. അപ്പം
പഴയ നിയമപുസ്തകത്തിൽ ഉടനീളം ഇത് തന്നെയാണ് സുവിശേഷം പറഞ്ഞ അതായത് നാട്ടുകാർക്ക് ഇതൊക്കെ പഴകി, അതായത് ഇപ്പം ഭൂമി പൊട്ടും എന്ന് പഴയ നിയമത്തിൽ ഉടനീളം ഇവർ പറഞ്ഞിട്ടും ഇപ്പൊ യഹോവ വരും നിങ്ങളെയൊക്കെ തട്ടിക്കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും ഒരു കാലത്തും വരുന്നത് കാണുന്നില്ല. അപ്പം സ്വാഭാവികമായി അന്നത്തെ കാലത്തുള്ള ആൾക്കാർ ഇവരുടെ ഈ ഉഡായിപ്പ് കഥ കേട്ട് കേട്ട് മടുത്ത് ഇവർ ഇതൊക്കെ വിശ്വാസമൊക്കെ ഉപേക്ഷിച്ച ഒരു ഘട്ടത്തിലാണ് ഈ യഹൂദന്മാർ വീണ്ടും യേശു എന്നുള്ള രീതിയിൽ പുതിയ ഒരു യേശുവിന്റെ രൂപത്തിൽ നാട്ടുകാരുടെ തലയിലേക്ക് ഇവരുടെ ഈ യഹോവയെ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ട്രിക്കുമായിട്ട് എഴുതിയത്. അതായത് യേശുവാണ് ഇനി മുതൽ ദൈവം, യഹോവയല്ല. യഹോവയൊക്കെ മടുത്ത് ആൾക്കാർ പവർ കുറഞ്ഞു അല്ലെങ്കിൽ ബാറ്ററി ചാർജ് വീക്കാണ് എന്നൊക്കെ പറഞ്ഞ് യഹോവയെ അങ്ങ് മാറ്റി വെച്ച ഒരു സ്ഥിതിയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലൊക്കെ റെഫറൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിത് വീണ്ടും റീപ്ലേസിലൊക്കെ കേൾക്കുക എന്നുള്ളതാണ്. അത് പിന്നെ ഈ കാര്യങ്ങൾ ഇനി നോക്കുക. അതായത് വികാരാധീനരായി ക്രിസ്ത്യാനികൾ അയ്യോ ഇവരൊക്കെ അകാരണമായി കൊല്ലപ്പെട്ടേ എന്ന് നിലവിളിക്കുന്നത് കാണാം. അതായത് ആരെങ്കിലും പോയി എന്തെങ്കിലും അടിപ്പെട്ട് കഴിഞ്ഞാല് അയ്യോ പാവം നമ്മളെ കൊന്നുകളഞ്ഞേ, നമ്മളെ തല്ലിയേ, നമ്മളെ പിച്ചിയേ മാന്തിയേ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കരയും. അതായത് മതപരിവർത്തനത്തിന് ക്രിസ്ത്യാനികളെ മറ്റുള്ളവരെ സമീപിക്കുന്നവരെ നിർദ്ദയം വാളിന്റെയാക്കി തീയിട്ട് ദഹനബലിയാക്കി ബൈബിൾ ദൈവത്തിന് കൊടുക്കണം എന്ന് പറയുന്ന പുസ്തകം പിടിച്ചാണ് അയ്യോ ഞങ്ങളെ ഹിന്ദുക്കൾ തല്ലി പിച്ചി മാന്തി എന്നും പറഞ്ഞ് ലോകം കാണുക നിലവിളിക്കണത്, പഞ്ചപാവങ്ങളെ പോലെ അലറുന്നത്. നാണമുണ്ടോ ഇവർക്ക്? നാണമുണ്ടോ ഇവർക്ക്? ഓക്കെ, എന്തായാലും ഇനി സ്വന്തം ബോധ്യത്തിന്റെ വിവേകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാത്ത പുസ്തകമതമാണ് ക്രിസ്തുമതം. അതുകൊണ്ട് തന്നെ എഴുതപ്പെട്ട എന്നേക്കുമുള്ള നിയമം നോക്കിയാണ് നന്മയും തിന്മയും ഈ പുസ്തകമതക്കാർ തിരിച്ചറിയുന്നത് പോലും. ഇങ്ങനെയുള്ള ഒരു പുസ്തകം ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ നന്മയും തിന്മയും തിരിച്ചറിയുന്നത് എന്നാണ് ക്രിസ്ത്യാനികൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പുസ്തകമില്ലാതെ ഒരു മനുഷ്യന് നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന ഈ അബദ്ധധാരണ പോലും ഈ യഹൂദൻ എഴുതി പിടിപ്പിച്ച വിശ്വാസ പുസ്തകത്തിന്റെ പഠിപ്പിക്കൽ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. അതായത് ആ വിശ്വാസവും ഈ പുസ്തകത്തിൽ തന്നെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കുക, വാക്യം തരാം. നമ്മളൊന്നും വാക്യം തരാതെ ഇവിടെ ജൽപ്പനങ്ങൾ അടിക്കാറില്ല. അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, നിങ്ങൾ ചോദിച്ചാൽ തരാം എന്നല്ല, നിങ്ങൾക്ക് അങ്ങോട്ട് തന്നെ നമ്മൾ ഇട്ടു തരികയാണ്. നിങ്ങൾ വിവേചിച്ചറിയുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് പറയാനുള്ളൂ. അതായത് ഭാരതത്തിന്റെ ദർശനത്തിലേക്ക് നിങ്ങൾ വരിക, അതായത് പ്രത്യക്ഷം, അനുമാനം, അതുപോലെ തന്നെ ശബ്ദം എന്ന് തുടങ്ങി പ്രമാണ സങ്കല്പങ്ങളിലേക്ക് തിരിച്ചു വരിക. ഒന്നിന്റെയും അടിസ്ഥാനത്തിൽ വിശ്വാസത്തിന്റെ അടിമ, അതായത് പോളും പറയുന്നത് നിങ്ങളെയൊക്കെ വിശ്വാസത്തിന്റെ അടിമകളാക്കാനാണ് ഞങ്ങൾ അപ്പസ്തോല സ്ഥാനം പിന്നെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഒരു യഹൂദനായിട്ടുള്ള ഒരു പോളാണ് പറയുന്നത്. നിങ്ങൾ നോക്കുക, ഇതൊക്കെ വിവേചിച്ചറിയേണ്ട ഒരു കാര്യം നിങ്ങൾക്കുണ്ട്. നോക്കുക, ഈ പുസ്തകത്തിന്റെ കാഴ്ചപ്പാട് തന്നെയാണ് നിങ്ങളെ ഈ വിശ്വാസം മത പുസ്തകത്തിന്റെ അടിമകളാക്കുക എന്നുള്ള ഒരു കാര്യം. നന്മയും തിന്മയും പോലും മനുഷ്യന് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതും ഈ പുസ്തകത്തിൽ യഹൂദൻ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. യഹൂദൻ എഴുതി പിടിപ്പിച്ചത് മാത്രമാണ് നന്മ എന്ന് നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിച്ച് അതിന് അടിമകളാക്കുന്ന ഒരു പരിപാടി നിങ്ങൾ നിർത്തുക എന്നുള്ളതാണ് പറയുന്നത്. റെഫറൻസ് കേട്ടോളൂ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. എന്താ പറയുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. എന്താ പറയണത്? സദൃശ്യവാക്യങ്ങൾ 3:5. സ്വന്തം വിവേകത്തിൽ നിങ്ങൾ ഊന്നരുതെന്ന്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. അതാണ് പറയുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്നാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത വാക്യം നിങ്ങൾ നോക്കിക്കോളൂ. എന്താണ്? നിനക്ക് തോന്നുന്നതും കാണുന്നതും ശരിയെന്ന് കരുതി അതിനെ പിന്തുടരാതിരിക്കുക. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് നീ നടക്കണം എന്ന സംഖ്യാപുസ്തകം 15:39-40 വാക്യങ്ങളടക്കം മനുഷ്യന്റെ നന്മയെ ഇല്ലാതാക്കി, മനുഷ്യരെ ചിന്താശേഷി ഇല്ലാത്തവരാക്കി പുസ്തകത്തിന്റെ അടിമകളാക്കുന്ന ഇത്തരത്തിലുള്ള അനേകം വാക്യങ്ങൾ ബൈബിളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പുസ്തകം നോക്കിയാണ് ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് പോലും. അതായത് ഈ പുസ്തകത്തിന്റെ കാഴ്ചപ്പാട് നിനക്ക് തോന്നുന്നതും കാണുന്നതും ശരിയെന്ന് നീ കരുതരുത്. ഇത് ആലോചിച്ച് നോക്കൂ. അതായത് സ്വന്തം വിവേകത്തിൽ നിങ്ങൾ ആശ്രയിക്കരുത്. ഏത് പുസ്തകമാണ് ഇങ്ങനെ നിങ്ങളെ പഠിപ്പിക്കണത്? എങ്ങനെയാണ് ഇതൊക്കെ ഒരു പുസ്തകം നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കുന്നത്? സ്വന്തം വിവേകത്തിൽ നിങ്ങൾ പിന്നെ സ്വന്തം വിവേകത്തിൽ നിങ്ങൾ ഊന്നൽ കൊടുക്കരുത് എന്നാണ് പറയണത്. അല്ലെങ്കിൽ വിവേകത്തിൽ ഊന്നരുത് എന്നാണ് പറയണത്. നിനക്ക് തോന്നുന്നതും കാണുന്നതും ശരിയെന്ന് കരുതി അതിനെ പിന്തുടരാതിരിക്കുക. നിനക്ക് തോന്നുന്നതും കാണുന്നതും ശരിയെന്ന് കരുതി അതിനെ പിന്തുടരാതിരിക്കുക. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് നീ നടക്കണമെന്ന സംഖ്യാപുസ്തകം 15:39-40 വാക്യങ്ങളടക്കം മനുഷ്യന്റെ നന്മയെ ഇല്ലാതാക്കി, മനുഷ്യരെ ചിന്താശേഷിയില്ലാത്തവരാക്കി പുസ്തകത്തിന്റെ അടിമകളാക്കുന്ന ഇത്തരത്തിൽ അനേകം വാക്യങ്ങൾ നമുക്ക് ഈ ബൈബിളിൽ കാണാൻ സാധിക്കും.
ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നാം ക്രിസ്ത്യാനികൾ പുസ്തകം നോക്കിയാണോ ജീവിക്കുന്നതെന്ന്. ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, നേരത്തെ തന്നെ ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പുസ്തകം ഏതാ, ദൈവം ഏതാ, നിങ്ങൾ പുസ്തകത്തിൽ എഴുതിയത് കാണിക്കൂ, നിങ്ങൾ പുസ്തകത്തിൽ എഴുതിയത് കാണിക്കൂ, നിങ്ങൾ നിരീശ്വരവാദിയാണോ, ഇത് നന്മയാണെന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് അറിഞ്ഞു എന്നുള്ള നിരവധി അനവധി ചോദ്യങ്ങൾ ക്രിസ്ത്യാനികൾ ചോദിക്കും. നിങ്ങൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതിയാവും. അപ്പൊ നിങ്ങൾ ചോദിക്കാണ്, അതായത് ഇൻസെസ്റ്റ് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻസെസ്റ്റ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ഇൻസെസ്റ്റ് തെറ്റാണോ എന്നുള്ള ചോദ്യം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു നമ്മളോട് പറയും, നിങ്ങൾക്ക് ഇൻസെസ്റ്റ് തെറ്റാണോ, നിങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് പറയുന്നത്, എവിടെ നോക്കി നിങ്ങൾ ഇത് പറഞ്ഞിരിക്കുന്നു, എങ്ങനെയാണ് നിങ്ങൾ ഇത് അറിഞ്ഞത് എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇൻസെസ്റ്റ് എന്നുള്ളത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവർക്ക് പുസ്തകത്തിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ പുസ്തകം വെച്ചിട്ടാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുസ്തകമില്ലാതെ ഒരു മനുഷ്യന് നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കില്ല. പുസ്തകത്തിൽ എഴുതി വയ്ക്കാതെ അമ്മയെയും പെങ്ങളെയും മക്കളെയും തിരിച്ചറിയാൻ പോലും പറ്റില്ല എന്നാണ് പുസ്തകമതക്കാരുടെ അഭിപ്രായം. നിരീശ്വരവാദികളെയും മറ്റുള്ളവരെയും ഇൻസെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് മുദ്ര കുത്തുന്നവരാണ് ബൈബിൾ മതക്കാർ. നിങ്ങൾ എവിടെ നോക്കിയാണ് ഇൻസെസ്റ്റ് തെറ്റാണ് എന്ന് പറയുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്ന ചോദ്യം. ഹിന്ദുക്കളെ ആക്ഷേപിക്കാനായി ഇവർ ഹിന്ദു ബൈബിൾ ആക്കി കൊണ്ടുവരുന്ന, അത് ഇവർ തന്നെ ഉണ്ടാക്കി വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കി ഇവരെ തന്നെ ഇവരുടെ പാതിരിമാരൊക്കെ ഇരുന്ന് എഴുതിയിരിക്കുന്ന കുറെ കള്ളപ്പുസ്തകങ്ങളൊക്കെ ചമച്ചുകൊണ്ട് ഹിന്ദു ബൈബിൾ ആക്കി നമുക്ക് കൊണ്ടുതരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഹിന്ദു ബൈബിൾ ആക്കി കൊണ്ടുവരുന്ന ആ കുൽസിത പുസ്തകങ്ങളിൽ ലൈംഗിക വൈകൃതങ്ങൾ തിരയുന്നവരാണ് ഇവർ. അതായത് ഇവർ തന്നെ എഴുതി വെക്കും, എന്നിട്ട് ഇവർ തന്നെ ആ ലൈംഗിക വൈകൃതങ്ങൾ വായിച്ച് രസിക്കുന്ന, അഭിരമിക്കുന്ന ആൾക്കാരാണ്. നിരന്തരം ഇത് തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇൻസെസ്റ്റിനെ കുറിച്ച് ബൈബിൾ ദൈവം എന്താണ് ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഇവർക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചില്ലെങ്കിൽ അമ്മ ഏതാണ്, പെങ്ങൾ ഏതാണ്, ഭാര്യ ഏതാണ് എന്ന് അറിയില്ല പോലും. എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ആരാണ് അമ്മ, ആരാണ് പെങ്ങൾ, ആരാണ് ഭാര്യ എന്ന് ഇവർക്ക് അറിയില്ല പോലും. ഓക്കെ, എന്തായാലും അത് നമ്മുടെ ബൈബിൾ ദൈവം ഇവരെ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കാം. പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അതിനു വേണ്ടിയിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഇവരുടെ മതം മാറ്റാൻ വേണ്ടി വരുന്ന ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു അധ്യായമാണ് നിയമാവർത്തന പുസ്തകം 13-ാം അധ്യായം എന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഇവരെ ഇരുത്തി ഇൻസെസ്റ്റ്, അല്ലെങ്കിൽ ഇൻസെസ്റ്റ് എന്ന് പറയാൻ സാധിക്കില്ല കേട്ടോ, അതായത് ലൈംഗികതയുടെ വിശുദ്ധി, അതാണ് ഞാൻ പറയുന്നത്. ലൈംഗികതയുടെ വിശുദ്ധി പഠിപ്പിക്കുന്ന ഒരു അധ്യായം തന്നെ നിങ്ങൾക്ക് ലേവ്യ പുസ്തകം 18-ാം അധ്യായം കാണാൻ സാധിക്കും. നമുക്ക് വരൂ, നമുക്ക് ലൈംഗികതയുടെ വിശുദ്ധി ഇവരെ പഠിപ്പിക്കുന്ന യഹോവയുടെ ക്ലാസ്സിലേക്ക് നമുക്ക്, അതായത് ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് പോകാം. നിങ്ങളിൽ ആരും തന്റെ ചാർച്ചക്കാരുടെ നഗ്നത അനാവൃതമാക്കാൻ അവരെ സമീപിക്കരുത്. എന്താ പറയുന്നത്, വിവാഹത്തിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് കേട്ടോ. നഗ്നത അനാവൃതമാക്കുക, അത്രേ ഉള്ളൂ. അതായത് വിവാഹത്തിനെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. അതായത് നഗ്നത അനാവൃതമാക്കരുത്, അത് വിവാഹത്തിലൂടെയോ അല്ലാതെയോ ഒക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ നഗ്നത അനാവൃതമാക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. ചാർച്ചക്കാർ എന്നാൽ നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയില്ലായിരിക്കാം. ചാർച്ചക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തബന്ധമുള്ള ആൾക്കാർ മാത്രമല്ല അവിടെ വരുന്നത്, ഈ ബന്ധുക്കൾ, അതായത് ഇപ്പോ അച്ഛന്റെ സഹോദരന്റെ ഭാര്യ ഇല്ലേ, അങ്ങനെയൊക്കെ ഉള്ളവര് നമ്മുടെ രക്തബന്ധുക്കളല്ല. അത് ആ രീതിയിലുള്ള ആൾക്കാരും അതിൽ പെടുന്നു എന്നുള്ളതാണ്. അപ്പം വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് പിന്നെ ചാർച്ചക്കാർ, ആരൊക്കെയാണ് ഈ ചാർച്ചക്കാരിൽ വരുന്നത് എന്നുള്ളത് നിങ്ങൾ കേട്ടോളുക. മാതാവ് വരുന്നു കേട്ടോ. ഇത്തരം, അതായത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് പിന്നെ കുട്ടികളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് മാറ്റി പിടിക്കുക. പക്ഷെ എനിക്കിത് വായിക്കാതെ തരമില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. നോക്കുക, നമ്മളെ പോലുള്ള ആൾക്കാരെയൊക്കെ ഈ മ്ലേച്ഛത വായിപ്പിക്കാൻ ഇവര് പ്രേരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതൊക്കെ നമ്മൾ വായിക്കാതെ വിടുന്ന പുസ്തകങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ ഇതൊക്കെ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് വായിപ്പിക്കാനും, അതുപോലെ തന്നെ സമൂഹത്തിന്റെ മുൻപിൽ ജാള്യതയോടും അല്ലാതെ നമ്മൾ ഇങ്ങനെ വിളിച്ചു പറയുക, വിഷമത്തോടു കൂടി ഹൃദയത്തിൽ കനമായിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. നോക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ എന്താണ് ഈ പുസ്തകത്തിൽ നോക്കി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളെ പോലുള്ള ഒരു വ്യക്തികൾക്ക് ഹൃദയത്തിൽ കനമില്ലാതെ, നമ്മൾക്ക് ആ ഒരു വേദനയില്ലാതെ നമുക്കിത് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എല്ലാവരും ക്ഷമിക്കുക. എങ്കിൽ പോലും എനിക്കിത് പറയാതെ നിർവാഹമില്ല, എനിക്കിത് പറഞ്ഞേ ഒക്കുള്ളൂ. ലേവ്യ പുസ്തകം 18-ാം അധ്യായം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് തന്നെ ലൈംഗികതയുടെ വിശുദ്ധിക്കാണ്. യഹോവ അതിനൊന്നും ഒരു ഇതും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് നോക്കേണ്ടത്. മാതാവിന്റെ നഗ്നത, അതായത് ഒരാളോട്, ഒരു പുരുഷനോട് മാത്രമാണ് പറയുന്നത്. പുരുഷന്റെ വ്യൂവിലാണ് നിൽക്കുന്നത്, പുരുഷനോടാണ് ഈ പറയുന്നത്, സ്ത്രീകളോട് ഇല്ല കേട്ടോ, തിരിച്ചങ്ങോട്ടില്ല, പുരുഷനോടാണ് പറയുന്നത്. നിന്റെ മാതാവിന്റെ, ചാർച്ചക്കാർ ആരൊക്കെയാണെന്നാണ് പറയുന്നത്. നിന്റെ മാതാവ്, ലേവ്യ പുസ്തകം 18-ന്റെ 7 മാതാവാണ് പറയുന്നത്.
പിതാവിന്റെ ഭാര്യ, അതായത് പിതാവിന് ഇഷ്ടം പോലെ ഭാര്യമാരുണ്ടാവും ആ സമയത്തും, ബാക്കിയുള്ളത് പോളിഗമി എന്ന് പറയുന്നത് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. അത് പഴയതും പുതിയതും ഒക്കെ. നിന്റെ പിതാവിന്റെ ഭാര്യയുടെ, നിന്റെ സഹോദരിയുടെ, എടുത്തു പറഞ്ഞിരിക്കുന്നു നിന്റെ സഹോദരിയുടെ പിതാവിന്റെയോ മാതാവിന്റെയോ പുത്രിയുടെ, അതായത് പിതാവിന്റെയോ മാതാവിന്റെയോ പുത്രിയുടെ, മകന്റെ മകളുടെയോ, അതായത് കൊച്ചുമകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് ഏതെങ്കിലും ഒരു അച്ചച്ചനോ അല്ലെങ്കിൽ മുത്തച്ഛനോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിന്റെ മകളുടെ മകളുടെയോ, നിന്റെ മകന്റെ മകളുടെയോ, നിന്റെ മകന്റെ മകളുടെയോ മകളുടെ മകളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ പിതാവിന്റെ ഭാര്യയിൽ, അതായത് നിന്റെ അച്ഛന് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇവർക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുട്ടി പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇവിടെ പറയണത്. നിന്റെ പിതാവിന്റെ ഭാര്യയിൽ അവന് ജനിച്ച മകൾ നിന്റെ സഹോദരിയാണ്. പറഞ്ഞു പഠിപ്പിക്കുകയാണെ നിന്റെ സഹോദരിയാണേ, അവളെ നീ തൊട്ടുപോകരുതേ എന്നാണ് പറയുന്നത്. ഈ ആരാണ് പറഞ്ഞു പഠിപ്പിക്കണത്? നമ്മുടെ മഹാനായിട്ടുള്ള ലൈംഗിക വിശുദ്ധിക്കാരനായിട്ടുള്ള യഹോവ. പിതാവിന്റെ സഹോദരിയുടെ, അതായത് അച്ഛന്റെ പെങ്ങളുടെ, എന്ന് ആലോചിച്ച് നോക്കൂ, അച്ഛൻ പെങ്ങളുടെ, നമ്മൾ അമ്മ എന്ന് പറയുന്ന അമ്മ സ്ഥാനത്തുള്ള അച്ഛൻ പെങ്ങളുടെ, മാതാവിന്റെ സഹോദരിയുടെ, അതും നമ്മൾ ചെറിയമ്മ എന്നൊക്കെ വിളിക്കും, അമ്മ സ്ഥാനം കൊടുത്തിരിക്കുന്ന മാതാവിന്റെ സഹോദരിയുടെ പിതൃ സഹോദരന് അവന്റെ ഭാര്യ, അതായത് ഇളയച്ഛന്റെ ഭാര്യ ഇളയമ്മ, മരുമകളുടെ നഗ്നത, അവൾ നിന്റെ പുത്രന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. സഹോദരന്റെ ഭാര്യ, സ്വന്തം സഹോദരന്റെ ഭാര്യ, അത് നിന്റെ സഹോദരന്റെ തന്നെ, അത് സഹോദരി എന്നല്ല പറയണത്, അത് സഹോദരന്റെ നഗ്നതയാണെന്നാണ് പറയണത്. ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെ മകളുടെയും, അതായത് ഒരു സ്ത്രീ, അതായത് ഇപ്പൊ നിങ്ങൾ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കല്യാണം കഴിക്കാലോ, പുരുഷന്മാർക്ക് അത് ആ സ്വാതന്ത്ര്യം ഈ യഹോവ തന്നിട്ടുണ്ട്. അപ്പോ അവിടെ ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെ മകളുടെയും, അതായത് നിങ്ങൾ ഒരു കുട്ടിയുള്ള സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവളെയും, അതായത് ഇവന്മാർക്ക് ആക്രാന്താണല്ലോ, അപ്പൊ ആ സ്ത്രീയെ മാത്രം പോരാ, അവളുടെ പെൺകുഞ്ഞാണെങ്കിൽ അവളെയും ഭോഗിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ രീതിയിൽ അവിടെയും തൊട്ടുപോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അധർമ്മമാണ് എന്നാണ്. എന്താണ് ഈ അധർമ്മം? ധർമ്മം എന്നുള്ള വാക്കും പോലും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കില്ല. അപ്പോഴാണ് ഇവിടെ അധർമ്മമാണ് എന്ന് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കുക, ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ നഗ്നത, അതായത് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ നഗ്നത, അതാണ് ഇവിടെ ഈ കാര്യമല്ല കേട്ടോ പറയണത്. അത് വിവാഹത്തിനെ കുറിച്ചല്ല പറയണത്. ഇവർ ഈ അഴിഞ്ഞാട്ടക്കാരാണ്, അഴിഞ്ഞാട്ടക്കാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇതാണ് പഠിപ്പിക്കുന്നത്. നോക്കൂ, ഇവിടെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഇവിടെ മകൾ എന്നുള്ള ഒരു പദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. ഞാൻ ഇവരോട് വെല്ലുവിളിക്കുകയാണ്. ഈ ബൈബിളിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മകളോട് എങ്ങനെ പെരുമാറണം എന്നില്ല. കാരണം എന്താണ്? ഇവിടെ ചോദിക്കും, ചാർച്ചക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ബ്ലഡ് റിലേഷൻ ആണ് പറഞ്ഞിട്ടില്ല, അതായത് ബ്ലഡ് റിലേഷൻ ആണ് എന്ന് ഇവർ തർക്കിക്കാൻ വേണ്ടി വരും. പക്ഷെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും, ചാർച്ചക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് റിലേഷൻ ഉള്ളവർ മാത്രമല്ല, അതായത് ഇപ്പൊ അച്ഛന്റെ സഹോദരന്റെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് റിലേഷനിൽ വരുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ചാർച്ചക്കാർ എന്ന് പറയുമ്പോൾ ബ്ലഡ് റിലേഷനുള്ള ആൾക്കാരും, അതുപോലെ തന്നെ ആരൊക്കെയായിട്ടാണ് നിങ്ങൾ സംഗമിക്കരുത് എന്നുള്ളതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അവിടെ മകൾ എന്നുള്ളൊരു പദപ്രയോഗം തന്നെ ഇല്ല. നിന്റെ സ്വന്തം മകളുടെ എന്ന് പറയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ, ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ ക്രിസ്ത്യാനികളോട് പറയണം, മൊത്തം നിങ്ങൾ ബൈബിൾ അരിച്ചു പറക്കിക്കോളൂ, മകൾ എന്നുള്ള ഒരു പദം നിങ്ങൾക്ക് അവിടെ കാണിക്കില്ല. ഈ വിശുദ്ധി അവിടെ ആക്കുമ്പോൾ ഏറ്റവും പരമപ്രധാനമായും മെൻഷൻ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് കുഞ്ഞുങ്ങൾ, അതായത് പെൺകുഞ്ഞുങ്ങൾ. അതായത് ഒരു വീട്ടിൽ സുരക്ഷിതമായിട്ട് വളരാൻ അവർക്ക് സാഹചര്യം ഒരുക്കണം. അവർ വളരുന്ന കുഞ്ഞുങ്ങളാണ്, അവർക്ക് തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ വളരെ കൃത്യമാണ്, പെൺകുഞ്ഞുങ്ങളെ പിന്നെ നമ്മൾ പ്രതിപാദിക്കുക എന്നുള്ളത്. നോക്കൂ, ഏറ്റവും പരമപ്രധാനമായും അമ്മയെ പോലെ തന്നെ, എന്തായാലും ഇവരിവിടെ പ്രതിപാദിച്ചിരിക്കുന്നു അമ്മ എന്ന്, അമ്മയെ പോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്കാണ് മകൾ എന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ മകൾ എന്നുള്ളത് കാണിക്കാൻ സാധിക്കില്ല. ഈ മൊത്തം ബൈബിളിൽ അരിച്ചു പറിക്കിയാൽ പോലും നിങ്ങൾക്ക് മകൾ എന്നുള്ള വാക്യം കാണാൻ സാധിക്കില്ല. അപ്പൊ ഇവര് പറയുന്ന ഈ വാദത്തെ, അതായത് ചാർച്ചക്കാർ എന്ന് പറയുമ്പോൾ ബ്ലഡ് റിലേഷനിലുള്ള എല്ലാവരും അതിൽ പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർ മാത്രമല്ല, അച്ഛന്റെ സഹോദരിയെ പോലെ മറ്റു കുടുംബത്തിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെയും ഈ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെയോ കസിൻസ്, അതായത് അച്ഛന്റെ സഹോദരന്റെ മകളെ കല്യാണം കഴിക്കാം, അച്ഛന്റെ സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കാം, അമ്മയുടെ സഹോദരന്റെ മകളെ കല്യാണം കഴിക്കാം, അമ്മയുടെ സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കാം. അപ്പൊ അവര് നമ്മുടെ ബ്ലഡ് റിലേഷൻ ആണ് അല്ലെ, പക്ഷെ ബൈബിൾ അതിന് അനുവാദം കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം അതിന്റെ കാര്യം, അതിന്റെ റെഫറൻസ് കൂടെ നമുക്ക്
ഞാൻ പിന്നെ തരാമെന്ന് വിചാരിക്കുന്നു. അതായത് പിന്നെ സെലോഫഹാദ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അവർക്ക് വെറും പെൺകുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോശ പറയുന്നു, നിങ്ങൾ സ്വത്ത് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഇതിലേക്ക് പോകുമ്പോൾ സ്വത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തം പിതാവിന്റെ സഹോദരങ്ങളുടെ മക്കളെ നിങ്ങൾ വിവാഹം കഴിക്കുക. അതുകൊണ്ട് അപ്പം ബ്ലഡ് റിലേഷൻ ഉള്ള ആൾക്കാരെ തന്നെയാണ് അവിടെ പിന്നെ കല്യാണം കഴിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ പറഞ്ഞിട്ടും ഊരാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പിന്നെ എന്താ പറയുക, സ്വന്തം സഹോദരന്റെ മക്കളെ കല്യാണം കഴിക്കാം, അവരുടെ കഴിക്കുക. ഇപ്പൊ ഇവര് പറയും, അയ്യോ നമ്മളൊക്കെ നോക്കൂ, നിങ്ങളൊക്കെ എന്ത് തരം വൃത്തികേടുകളാണ് ഇതാക്കണത്, നിങ്ങൾ കസിൻസിനെ കല്യാണം കഴിക്കുന്നൊക്കെ. ഇവരുടെ ധാർമ്മികത മൂല്യം വന്നതുകൊണ്ടാണ് ഇവർ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. പക്ഷെ ബൈബിൾ അങ്ങനെ പറയുന്നില്ല. ബൈബിൾ കസിൻസിന്റെ മാരേജിനെ അവിടെ കസിൻസ് മാത്രമല്ല കേട്ടോ, നോക്കാം, അങ്ങനെ കൊടുക്കാണ്, നിർബാധം കൊടുക്കാണ്. അവരെ കല്യാണം കഴിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കല്യാണം കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തൊക്കെ മറ്റുള്ള നാട്ടുകാരുടെ ഇടയിലേക്ക് പോയി പോകും എന്നുള്ളതും പറഞ്ഞ് അവിടെ പറയണം, നിങ്ങളുടെ അച്ഛന്റെ സഹോദരന്റെ മക്കൾ നിങ്ങൾ കല്യാണം, അച്ഛന്റെ സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കണം, അങ്ങനെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അതിന്റെ റെഫറൻസും കൂടെ ഞാൻ തരാം. എന്തായാലും ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, പിന്നെ ഇനി നമ്മളിപ്പോ ഇത് ഇത്രയും കേട്ടില്ലേ, അതായത് ഇങ്ങനെ വിശുദ്ധി, അതായത് ഇങ്ങനെ പിന്നെ മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ചിട്ട് ഈ ലൈംഗികതയുടെ വിശുദ്ധി പഠിപ്പിച്ചിരിക്കുന്ന ഈ യഹോവയുടെ പിന്നെ ദൈവത്തിന്റെ ഈ മ്ലേച്ഛത എന്ന് കുത്തുന്ന, അതായത് ഇത് പറയണേ, യഹോവ പറയാണ് ഇതൊക്കെ വെറും മ്ലേച്ഛതയാണ്. നിങ്ങൾ എന്താ പറയണേ, ഇതൊക്കെ വെറും മ്ലേച്ഛതയാണ്. എവിടെയാ പഠിപ്പിക്കണതെന്ന് ആലോചിക്കുക. ലേവ്യ പുസ്തകത്തിൽ എത്തുമ്പോഴാണ് ഈ മ്ലേച്ഛതകളാണെന്ന് ഇദ്ദേഹത്തിന് ബോധ്യം വരുന്നത് കേട്ടോ. ഈ മ്ലേച്ഛതകളാണ്, ഇത് വളരെ പരമ മ്ലേച്ഛതയാണ് നിങ്ങളൊക്കെ ഇപ്പൊ ഇതാക്കണത്. നാട്ടുകാരൊക്കെ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ പാടുമോ? ഇത് നിങ്ങൾ എന്റെ സ്വന്തം മക്കളല്ലേ എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. നോക്കാം നമുക്ക് ഇയാളുടെ മക്കളുടെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പിന്നെ എന്താ പറയണ്ടേ, ഒരു ലൈംഗിക വിശുദ്ധി കൽപ്പിച്ചിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഈ യഹോവ എന്താണ് മുന്നേ കാണിച്ചിരിക്കുന്നത്. ഇത് ലേവ്യ പുസ്തകത്തിലാണ്. നമുക്ക് ഉൽപ്പത്തി മുതൽ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഉൽപ്പത്തി മുതൽ ഇത് മ്ലേച്ഛതയായിരുന്നോ, അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ ആയിരുന്നോ യഹോവ കണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ വെച്ചിട്ട് നോക്കാം. എല്ലാവരെയും നമുക്ക് വരൂ, നമുക്ക് ഉൽപ്പത്തിയിലേക്ക് പോകാം. ഓക്കെ, അതുകൊണ്ട് ദൈവത്തിന്റെ ഈ മ്ലേച്ഛതകൾ ബൈബിളിൽ തന്നെ നമുക്ക് പരിശോധിച്ച് കളയാം കേട്ടോ. തുടക്കം ആദത്തിൽ നിന്ന് തന്നെ ആവാം. ഓക്കെ, ദൈവം ആദത്തെ തോട്ടക്കാരനാക്കി. എന്താ പറയുക, തോട്ടക്കാരൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും തോട്ടക്കാരൻ എന്ന് കേട്ടിട്ടുണ്ടോ? മറ്റേ ജഗദീഷ് ശ്രീകുമാറിനെയാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് കേട്ടോ, തോട്ടക്കാരൻ. ദൈവം ആദത്തെ തോട്ടക്കാരനാക്കി ഏതൻ തോട്ടത്തിൽ നിയമിക്കുകയാണ്. അവന് ചേർന്ന ഇണയെ, എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഇണയെ ഞാൻ നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താ ഈ യഹോവ ചെയ്തെന്നറിയോ? ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവന്റെ മുൻപിൽ കൊണ്ടുവെക്കാണ്. ഇതെന്താ പരിപാടി? യഹോവ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് നോക്കൂ. അതായത് യാദത്തിന് ഞാൻ ഒരു ഇണയെ കൊടുക്കും എന്നും പറഞ്ഞിട്ട് യഹോവ എന്താ ചെയ്യുന്നത്? ഭൂമിയിലുള്ള സകല പക്ഷികളും സകല മൃഗങ്ങളെയും രൂപപ്പെടുത്തിയിട്ട് ഇനി ഓരോന്നിനെയും കൊണ്ട് ഈ യഹോവ പിന്നെ മനുഷ്യന്റെ മുൻപിൽ അല്ലെങ്കിൽ ആദത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്തിനാണ്? ഇണയെ കൊടുക്കാനാണേ. ഒന്ന് ആലോചിക്കൂ. അപ്പൊ എന്താണ് ഈ പരിപാടി? എന്താ പരിപാടി? അയാൾ ഇണ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലേ, ഇണ, എന്റെ ഇണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം എന്താണ് ഇവിടെ പരിപാടി. ഞാൻ ചോദിക്കുകയാണ്, യഹോവയോട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ പരിപാടി? ഈ ആദത്തിനെ കൊണ്ട് എന്ത് ചെയ്യിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം? അതായത് സകല പക്ഷികളെയും വരെ വിടുന്നില്ല എന്നുള്ളതാണ്. കോഴിയൊക്കെ നമുക്ക് അറിയാമല്ലേ, കോഴി, അതുപോലെ കഴുത എന്നൊക്കെ പറഞ്ഞ, പട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനെയും അവിടെ മുന്നിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്താണ്? ഇണയാക്കി നിർത്താൻ പറ്റിയ സാധനങ്ങളാണെന്ന് ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടല്ലേ യഹോവ അവിടെ ഇത്രയും സാധനങ്ങളെ നിർത്തിയിരിക്കുന്നത്. സകല മൃഗങ്ങളെയും, ഒരാളെയും വിട്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവന്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ തന്നെ തീരുമാനിക്കുക, യഹോവ എന്തിനുള്ള പുറപ്പാടാണ് ഈ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. എന്നിട്ടോ അപ്പോഴത്തേക്ക് ഈ ആദം കുറച്ചുകൂടി സ്മാർട്ടാണെന്ന് കേട്ടോ. തനിക്കിണങ്ങിയ തുണയെ ആദം കണ്ടില്ല. അതായത് യഹോവ ഇത്രയും മെനക്കെട്ട് കുറെ പക്ഷികളെ, കുറെ പിന്നെ ഈ മറ്റേ പിന്നെ എന്താ പറയണ്ടേ, ഒരു പിന്നെ കഴുത, പട്ടി, അങ്ങനെയുള്ള എല്ലാ കോഴി, ഇതൊക്കെ മുന്നിൽ കൊണ്ട് നിർത്തുകയാണ്. എന്നിട്ട് തെരഞ്ഞെടുക്കാൻ വേണ്ടി പറയാണ്. അപ്പം ആദത്തിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് എന്താ പറയുന്നത്? മനുഷ്യനിൽ നിന്നെടുത്ത വാരിയൽ കൊണ്ട് അവിടുന്ന് സ്ത്രീക്ക് രൂപം കൊടുത്തു. അപ്പം ആദത്തിന് ഇത് ഇഷ്ടായില്ല. എന്താ പറയണത്? അതുകൊണ്ട് മനുഷ്യനിൽ നിന്നെടുത്ത വാരിയൽ കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. ആദത്തിന് അവളെ ഇഷ്ടപ്പെട്ടു കേട്ടോ, അങ്ങ് പിടിച്ചുപോയി. ആദം പറഞ്ഞു, ഒടുവിലിതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. എന്താ ആദം പറഞ്ഞിരിക്കുന്നത്? എന്റെ അസ്ഥിയിൽ നിന്നുള്ള, ഈ വാക്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ഇത് ഈ ഹീബ്രു പദപ്രയോഗം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഒരു രക്തബന്ധത്തിലുള്ള ഒരു വ്യക്തിയെ, അതായത് മകളെ, അതുപോലെ തന്നെ പിന്നെ സ്വന്തം സഹോദരിയുടെ മകളെ അല്ലെങ്കിൽ സ്വന്തം സഹോദരി, അതുപോലെ തന്നെ അച്ഛന്റെ സഹോദരൻ, അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മളുടെ രക്തബന്ധത്തിലുള്ള ആൾക്കാരെ പറയാൻ സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഹീബ്രുവില് അല്ലെങ്കിൽ യഹൂദര് പ്രയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. അതായത് ബ്ലഡ് റിലേഷൻ ആണ് അവിടെ അവര് സൂചിപ്പിക്കുന്നത്. ഇത് നമുക്ക് ഒരുപാട് ബൈബിളിൽ ഉടനീളം ഇതേ പദപ്രയോഗം, അതായത് സ്വന്തം റിലേഷനിലുള്ള, സ്വന്തം ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാരെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ജെനസിസ് 2:23 ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദത്തിന്റെ കഥ പറയുന്ന പിന്നെ അധ്യായമാണ്. ഉൽപ്പത്തി 2:18-23 ഞാൻ പറഞ്ഞിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പം ഈ 23-ാം വാക്യത്തിലുള്ള കാര്യമാണ് പറയുന്നത്, എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ഇതേ പദപ്രയോഗം നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ബൈബിളിൽ കിട്ടും. അടുത്ത അത് 18:23, ഉൽപ്പത്തി 18:23 ഇതേ പദപ്രയോഗം തന്നെ ലാബാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ യാക്കോബ് എന്ന് പിന്നെ യാക്കോബിന്റെ യാക്കോബിനെ കാണുമ്പോൾ അവിടെ പ്രയോഗിക്കുന്നുണ്ട്. അതായത് നീ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും പിന്നെ നീ എന്റെ മാംസവും അസ്ഥിയുമാണെന്നുള്ളത്. അത് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്. അപ്പൊ നോക്കുക, ആദത്തിന്റെ ആരായി വരും ഈ ഹവ്വ. ആലോചിച്ച് നോക്കുക, അപ്പൊ തന്നെ അവിടെ തന്നെ തുടങ്ങി, അതായത് ഇൻസെസ്റ്റ് അപ്പൊ തന്നെ തുടങ്ങി. എന്നിട്ടാണ് ഇവര് കള്ളക്കഥയിലുള്ള മറ്റ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഓടുന്നു പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവന്മാര് നിലവിളിക്കണത്. ആലോചിച്ച് നോക്കുക, ഇത് ആരായിട്ട് വരും? ഈ ആദത്തിന്റെ ആരായിട്ട് വരും? ഈ പിന്നെ ഒരു ഹവ്വ എന്ന് പറയണത്. ഇനി നോക്കുക, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഇവര് രണ്ടാളും സംയോജിച്ചു. അതായത് പിന്നെ ഇവർക്ക് ബോധം വെച്ച് കഴിഞ്ഞപ്പോ, നന്മയും തിന്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇവന്മാരങ്ങ് മിങ്കിളായി. അപ്പോ ഒരു കുട്ടി ജനിക്കുകയാണ്. കുട്ടി ജനിച്ചു. അതായത് ആദത്തിന്റെ മകൻ കായേൻ. കായേനും ഹാബീലും ജനിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു ഇഷ്യൂ വന്നിട്ട് ഞാൻ അത് പറയണില്ല, അവിടെ കുറച്ചും കൂടി നമ്മളുടെ സമയം ഇതായി പോകും. ഒരുപാടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പറയാൻ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് ഷോർട്ടാക്കി പറയാണ്. ആദത്തിന് പിന്നീട് വരുന്നത് ഒരു മകനാണ്. ഒരു മകൻ കൊല്ലപ്പെട്ടു. പിന്നെ ഈ പെൺകുഞ്ഞുങ്ങളെ കുറിച്ച് അവിടെ ഒരു പ്രയോഗവും ഇല്ല. ഇനി ആദത്തിന് മറ്റു പെൺമക്കൾ ഉണ്ടായിരുന്നതായിട്ടും ഇവിടെയും പറയുന്നില്ല. എന്നാൽ ആദത്തിന് കഴിഞ്ഞിട്ട് പിന്നെ ഈ കായൻ കഴിഞ്ഞതിന് ശേഷം ഒരു സേത്ത് എന്ന് പറയുന്ന ഒരു പുത്രൻ കൂടെ ഉണ്ടാകുന്നുണ്ട്. ആകെ 3 മക്കളുടെ പേര് മാത്രമേ ആദത്തിൻ്റെതായിട്ട് പറയുന്നുള്ളൂ. അവന് വേറെ പെൺമക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ല. എന്നാൽ സേത്ത് തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് ആൺമക്കളും പെൺമക്കളും ഉണ്ടായിരുന്നു എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദത്തിന് 3 ആൺമക്കൾ മാത്രം, അതായത് ഹവ്വയും ആദവും 3 ആൺമക്കളും മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നോക്കൂ, ഇവിടെ ആദത്തിന്റെ മകൻ കായൻ ഭാര്യയുമായി ചേരുന്നു. ആരാണ് ഈ ഭാര്യ? നിങ്ങൾ നോക്കൂ, ഇവരോട് ഞാൻ ചോദിക്കുകയാണ്, ആരാണ് ഈ ഭാര്യ? ഹവ്വയല്ലാതെ, അമ്മയല്ലാതെ മറ്റൊരു സ്ത്രീ അവിടെ ഇല്ല എന്നും പറയുന്നു. എന്നിട്ട് അതിൽ കുഞ്ഞും ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഹാനോക്ക് എന്നാണ് പറയുന്നത്. നോക്കുക, പുത്രനാണ് ജനിച്ചിരിക്കുന്നത്. വീണ്ടും പുത്രൻ അടിപ്പെട്ടു. നോക്കൂ, വീണ്ടും പുത്രൻ ജനിച്ചിരിക്കുന്നു. അപ്പൊ ഈ വീണ്ടും, അതായത് ആദത്തിനും ഹവ്വയ്ക്കും കൂടി 3 മക്കളാണ്, ആൺമക്കളാണ് ഉള്ളത്. ആദ്യത്തെ ഈ പുത്രൻ കായേന് പിന്നെ ഭാര്യയുമായി ചേർന്നെന്ന് പറയുന്നു. ആ കായേന്റെ ഭാര്യ പ്രസവിക്കുന്നതും ഒരു ആൺകുഞ്ഞ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പിന്നീട് അവന്റെ ഭാര്യയും പറയണ്ട, അവന്റെ ഭാര്യയ്ക്കും ഇഷ്ടം എന്നൊക്കെ പറയണ്ട്. എന്തായാലും ഹനോക്ക് എന്ന് പറയുന്ന ആൺകുഞ്ഞാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പം ഇവർക്ക് ഒരിക്കലും കണ്ണിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് അവിടെ ആദത്തിന് മറ്റ് പെൺകുഞ്ഞുങ്ങൾ ഉണ്ട് എന്നുള്ള റെഫറൻസ് നിങ്ങൾക്ക് കിട്ടില്ല. എന്നാൽ പിന്നെ ആദത്തിന്റെ 3ാമത്തെ മകനായിട്ടുള്ള സേത്തിന് പിന്നെ സേത്ത് കഴിഞ്ഞിട്ട് വരുന്ന വംശാവലി നിങ്ങൾക്ക് ആൺമക്കളും പെൺമക്കളും ഉണ്ടായിരുന്നു എന്ന് എടുത്തു പറയുന്ന റെഫറൻസ് കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അബ്രഹാം, ഇനി നമുക്ക് നോക്കാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതൊക്കെ ആരാണെന്ന് അറിയാവോ? യേശുവിന്റെ പൂർവ്വപിതാക്കന്മാരാണ്. അതായത് ഇനിയിപ്പം പറയുന്ന എല്ലാ ക്രിസ്ത്യാനികളുടെയും വിശ്വസിച്ച് കഴിഞ്ഞ തന്തയാവുന്ന ഒരു ഒരു പിതാവാണ് പിന്നെ അബ്രഹാം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അതായത് എല്ലാ ക്രിസ്ത്യാനികളുടെയും പൂർവ്വ തന്തയായിട്ടുള്ള, അതായത് വിശ്വസിച്ച് കഴിഞ്ഞ തന്തയാക്കുന്ന, അതായത് യഹൂദന്മാരുടെ കനിവ്, അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ്, നിങ്ങൾക്ക് ബോണസ് ആണ്, വിശ്വസിച്ച് കഴിഞ്ഞ തന്തയാക്കുന്ന അബ്രഹാം. അടുത്തത് അബ്രഹാം എന്താണ് യഹോവയുടെ പിന്നെ ഒരു കൽപ്പന എന്ന് പറയോ, അല്ലെങ്കിൽ ഉപദേശം എന്താണെന്ന് പറയാം. അബ്രഹാത്തിനെ തെരഞ്ഞെടുത്തത് എന്തിനാണ്? അത് ഇവർ പറയും അബ്രഹാം ഒക്കെ തല്ലിപ്പൊളിയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അതായത് അതല്ല ശരിയുള്ള കാര്യം. എന്താണ്? യഹോവയ്ക്ക് മറ്റൊരു അഭിപ്രായമാണ്.
യഹോവ എന്താ പറഞ്ഞിരിക്കുന്നത്? അബ്രഹാം, ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിന്റെ വഴിയിലൂടെ നടക്കാൻ, തന്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ്. എന്താ പറയുന്നത്? നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിന്റെ വഴിയിലൂടെ നടക്കാൻ. നോക്കുക, തെരഞ്ഞെടുത്തിരിക്കുന്ന കാര്യം അവിടെ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, കർത്താവിന്റെ വഴിയിലൂടെ നടത്തിക്കാൻ. അപ്പൊ നോക്കൂ, ഇനി അടുത്തതായി നമ്മളുടെ ലൈംഗിക വിശുദ്ധിയിലേക്ക് കടന്ന് കയറി വരുന്നത് എല്ലാവരുടെയും അപ്പനായിട്ടുള്ള അബ്രഹാം. ഓക്കെ, നോക്കുക, ഈ അബ്രഹാം വന്നു. എന്താ പറയുന്നത്? അബ്രഹാം കിട്ടിയിരിക്കുന്നത് ലൈംഗിക വിശുദ്ധി നോക്കുക. ആ സമയത്തൊക്കെ യഹോവയും കൂടെ ഉണ്ടായിരുന്നു ഇയാളെ വഴിതെറ്റിക്കാൻ. ഓക്കെ, ഞാൻ പറയുന്നത് വഴി നടത്താൻ എന്നുള്ളതാണ് പറയുന്നത്, പക്ഷെ വഴി തെറ്റിക്കാൻ എന്ന് ഞാൻ പറയും. കൂടെ നടന്ന് എന്താണ് വഴി നടത്തി വഴി തെറ്റിച്ച ഒരു മഹാനാണ് യഹോവ. നോക്കുക, അബ്രഹാം കല്യാണം കഴിച്ചിരിക്കുന്നത് തന്റെ പിതാവിന്റെ മകൾ. റഫറൻസ് ഉൽപ്പത്തി 20:12 വാക്യം. അതായത് എന്റെ പിതാവിന്റെ മകൾ, പക്ഷെ എന്റെ മാതാവിന്റെ മകളല്ല. ഓ പാവം, എന്തൊരു ഇതാണെന്ന് നോക്കൂ, എന്റെ മാതാവിന്റെ മകളല്ല കേട്ടോ, അവൾ എനിക്ക് ഭാര്യയാവുകയും ചെയ്തു. ഉൽപ്പത്തി 20:12 വാക്യം. ഇനി അടുത്തത് നീതിമാനായ ലോത്താണ്. അടുത്തത് നീതിമാനായ ലോത്താണ്. നീതിമാനായ ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീതിമാനാണ് കേട്ടോ. ഇവര് പറയും, അയ്യോ വലഞ്ഞു പോയ നീതിമാൻ. എന്തിനാണ് ഈ വലച്ചൽ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവര് പറയും വലഞ്ഞു പോയത് മക്കളുമായി സംഗമിച്ചതിന്റെ പേരിലാണ് ഇയാൾ വലഞ്ഞു പോയതാണ്. പക്ഷെ അങ്ങനെയല്ല ബൈബിൾ പറയണത്. ഇവരൊക്കെ വെറും കള്ളത്തരം പറയുന്ന ആൾക്കാരാണ്. എന്തിനാണ് പിന്നെ പിന്നെ മഹാൻ വലഞ്ഞു പോയിരിക്കുന്നത്, ആരെ കൊണ്ടാണ് വലഞ്ഞത് എന്നുള്ളത് റഫറൻസ് ഇതാ പിടിച്ചോ. 2 പത്രോസ് 2:7-8 വാക്യങ്ങൾ. എന്താ അവിടെ പറയണെന്നറിയോ? ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെ വേദന സഹിച്ച നീതിമാനായ ലോത്തിന് അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു. എന്താണ്? ദുഷ്ടരുടെ ദുർവൃത്തി മൂലം. ആരാണ് ദുഷ്ടര്? അതേ സ്വതോം ഗൊമോറ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അവിടെയുള്ള സ്വർഗരതിക്കാരെ ഓർമ്മയുണ്ടാവും. അവരുടെ ദുഷ്ടവൃത്തികളിൽ നിന്ന്, അതല്ലാതെ സ്വന്തം പെൺമക്കള് പ്രാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രാപിച്ചത് കൊണ്ടല്ല വലഞ്ഞു പോയിരിക്കുന്നത്. വലഞ്ഞു പോയത് പാവം സ്വതോം ഗൊമോറയിലുള്ള പാവപ്പെട്ട മനുഷ്യർ. ഇവർ തന്നെ മുദ്ര കുത്തുന്നു, അവർ സ്വർഗരതിക്കാരാണെന്നും പറഞ്ഞ് കഥയുണ്ടാക്കാണ്. ആ കഥ ഇപ്പൊ നമ്മളൊക്കെ വിശ്വസിച്ച് അവരെ നമ്മൾ ഇങ്ങനെ ചാപ്പ കുത്താണ് ചെയ്യുന്നത്. നോക്കുക, ഇവന്മാരുടെ ഈ കാര്യം അവിടെ ദുർവൃത്തി, അതായത് ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു. അവരുടെ മധ്യേ ജീവിച്ച ആ നീതിമാൻ അവരുടെ ദുഷ്പ്രവർത്തികൾ അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്തു. അത് അവന്റെ നീതിബോധമുള്ള മനസ്സിനെ പീഡിപ്പിച്ചു. എന്താ പറയണത്? ലോകത്തിന് നീതിബോധമുണ്ടായിരുന്നു. ആ മനസ്സിനെ അത് വല്ലാതെ വലച്ചു കളഞ്ഞ്. അതാണ് 2 പത്രോസ് 2:7-8 വാക്യങ്ങൾ പറയുന്നത്. ഇവരുടെ വലക്കൽ, ഈ മക്കളുമായി സംഗമിച്ചതിൽ അതിന്റെ പേരിലല്ല ഈ വലച്ചല് അയാള് വലഞ്ഞത്. അതായത് അവിടെയുള്ള സ്വർഗരതിക്കാരുടെ പെരുമാറ്റം കൊണ്ടാണ് ഇയാൾ വലഞ്ഞതെന്ന് വളരെ കൃത്യമായിട്ട് പുതിയ നിയമപുസ്തകത്തിൽ റഫറൻസ് പിടിച്ചോളൂ. ഓക്കെ, 2 പത്രോസ് വീണ്ടും പറയുന്നത് 2:7-8 വാക്യങ്ങൾ. ഇനി ലോത്തിന്റെയും പെൺമക്കളുടെയും കഥയിലേക്ക് കടക്കാം. അതായത് ലൈംഗികതയുടെ വിശുദ്ധി. ഓക്കെ, നോക്കുക, അടുത്തത് എന്താണ്? ലോത്ത് പെൺമക്കളോടുകൂടെ അവിടെ നിന്ന് പുറത്തു കടന്ന് ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തു. മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, നമ്മുടെ പിതാവിന് പ്രായമായി, ലോക നടപ്പനുസരിച്ച് നമ്മോട് സംഗമിക്കുവാൻ ഭൂമിയിൽ വേറൊരു പുരുഷനുമില്ല. അപ്പനെ വീഞ്ഞു കുടിച്ച് നമുക്ക് അവനോട് ഒന്നിച്ച് ശയിക്കാം, അങ്ങനെ അപ്പന്റെ സന്താന പരമ്പര നിലനിർത്താം. അന്ന് രാത്രി പിതാവിനെ അവർ വീഞ്ഞു കുടിപ്പിച്ചു. മൂത്തവൾ പിതാവിന്റെ കൂടെ ശയിച്ചു. അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റ് പോയതോ ആ നീതിമാനായ ലോത്ത് അറിഞ്ഞില്ല. അവൻ അറിഞ്ഞില്ല എന്നാണ് പറയണത്. അവൻ അറിഞ്ഞില്ല, സുഹൃത്തുക്കളെ, അറിഞ്ഞില്ല. പിറ്റേന്ന് മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, ഞാൻ ഇന്നലെ അപ്പനോട് ശയിച്ചു, ഇന്നും നമുക്ക് അവനെ വീഞ്ഞു കുടിപ്പിക്കാം. ഇന്ന് നീ പോയി അവനോട് കൂടെ ശയിക്കുക. അങ്ങനെ അപ്പന്റെ സന്താന പരമ്പര. എന്താണ്? അപ്പനോടുള്ള ഒരു സ്നേഹം നോക്കൂ. എന്താണ്? അപ്പന്റെ സന്താന പരമ്പര നിലനിർത്താനായിട്ട് ഇത്രയും വെമ്പി നിൽക്കുന്ന 2 മക്കൾ. അവർ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു. ഇളയവൾ അവനോടൊന്നിച്ചു ശയിച്ചു. അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല. അങ്ങനെ ലോത്തിന്റെ 2 പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭിണികളായി. അപ്പൊ അച്ഛന്റെ ആ ഒരു കാര്യം, അപ്പന്റെ സന്താന പരമ്പര നിലനിർത്തണ്ടേ? 2 പെൺമക്കളുടെ ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക. ബൈബിളിന്റെ ലൈംഗിക വിശുദ്ധി എന്താണ്? അതാണ് പറയുന്നത്. നമ്മുടെ ഒരു യഹോവയുടെ പഠിപ്പീരുകളാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. മൂത്തവൾക്ക് ഒരു മകൻ ജനിച്ചു, മൊവാബ് എന്നവന് പേരിട്ടു. ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള മൊവാബ്യരുടെയും, അതായത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എന്നാണ് പറയുന്നത് കേട്ടോ, പിതാവാണ് അവൻ. ഇളയവൾക്കും ഒരു മകൻ ജനിച്ചു, ബൻ അമ്മി എന്നവന് പേരിട്ടു. ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള അമോന്യരുടെയും പിതാവാണ് അവൻ. ഉൽപ്പത്തി 19-ാം അധ്യായം 30 മുതൽ 38 വരെയുള്ള കഥകൾ നിങ്ങൾ വായിച്ചോളൂ.
ഇതൊക്കെ ബഹുത്ത് ബടാ മ്ലേച്ഛതയാണ് എന്നാണ് യഹോവ പഠിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ബഹുത്ത് ബടാ മ്ലേച്ഛതകൾ? യഹോവ എന്നിട്ട് എന്താ പറയണത്? ഇതിന് ഒരു ശിക്ഷയും യഹോവ അവിടെ കൊടുക്കുന്നില്ല. എന്നിട്ട് എന്താ പറയണത്? ഇവര് പറയും, അയ്യോ പിന്നെ ഇവർക്ക് നാണക്കേടല്ലേ, ലജ്ജയല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണത്. അപ്പം ഈ ബഹുത്ത് ബടാ മ്ലേച്ഛത ചെയ്ത ഈ പിന്നെ ഈ അപ്പനെ, ഈ ലോത്തിനെയും മക്കളെയും ഒന്നും പിന്നെ എന്താ പറയുക ശിക്ഷിച്ചില്ല എന്ന് മാത്രമല്ല പന പോലെ അവര് വളർത്തുകയും ചെയ്തു കേട്ടോ. അതിന്റെ റെഫറൻസ് നിങ്ങൾ പിടിച്ചോ. അതായത് എന്തിന് അതേ പറയും കർത്താവിന്റെ സഭയിലേക്ക് കയറ്റരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അമ്മോന്യരും മോവാബ്യരും ഇവരെന്താണ് വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കർത്താവിന്റെ സഭയിലേക്ക് ഇവര് പിന്നെ കടത്തരുത്, കയറ്റി വിടരുത് എന്ന് പറഞ്ഞത് ഈ അപ്പൻ മക്കളോട് കൂടെ ശയിച്ചതിന്റെ പേരിലാണ് അവന്മാരെ പിടിച്ച് 10 തലമുറ വരെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ നോക്കുക നിയമാവധി എന്തിന്റെ പേരിലാണ് ഇവര് അവിടെ പിന്നെ ശിക്ഷ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കുക. അതായത് ശയിച്ചതിന്റെ പേരിലേ അല്ല, എന്തിന്റെ പേരിലാണെന്ന് നിങ്ങൾ കേൾക്കൂ. നിയമാവർത്തനം 23-ന്റെ 3-6 വാക്യങ്ങൾ. അമ്മോന്യരോ മോവാബ്യരോ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10ാമത്തെ തലമുറ പോലും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. എന്തെന്നാൽ, കേട്ടോ റീസൺ എന്താണ് കേട്ടത്? അതായത് അപ്പന്റെ കൂടെ ശയിച്ചതാണോ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ. അല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്തെന്നാൽ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് അവർ നിങ്ങൾക്ക് അപ്പവും വെള്ളവും തന്നില്ല. എന്താ? നിങ്ങൾ അതായത് ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ നിങ്ങൾക്ക് അപ്പവും വെള്ളവും തന്നില്ല. നിങ്ങൾക്ക് അപ്പവും വെള്ളവും തരാത്തത് കൊണ്ടാണ് അവരെ പിന്നെ 10 തലമുറ വരെ, അതായത് 10 തലമുറ വരെ ഈ യഹോവ എന്ന ഈ വ്യക്തി കയറ്റാത്തത്. ആരെ? മോവാബ്യരെയും അമ്മോന്യരെയും. നിങ്ങൾ വായിക്കുക എന്താണ്? അവരുടെ 10ാമത്തെ തലമുറ പോലും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. എന്തെന്നാൽ വലിയ കാര്യത്തോടു കൂടി ഈ ബഹുത്ത് ബടാ മ്ലേച്ഛത ചെയ്ത ഈ മോവാബ്യരോടും അമ്മോന്യരോടും പറയാണ്. എന്തെന്നാൽ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് ഇസ്രായേൽക്കാർക്ക് നിങ്ങൾ അപ്പവും വെള്ളവും തന്നില്ല. അതുകൊണ്ട് ഞാൻ 7 അയലത്തേക്ക് 10 തലമുറ വരെ നിങ്ങളെ ഞാൻ കയറ്റില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കാലത്തും ശാന്തിയോ നന്മയോ നിങ്ങൾ അവർക്ക് കാംക്ഷിക്കരുത്. അതായത് അപ്പവും വെള്ളവും കൊടുക്കാത്തതിന്റെ പേരിലാണ് ഒരു കാലത്ത് പണ്ടാറടങ്ങട്ടെ, നശിപ്പിച്ചു പോട്ടെ എന്നാണ് പറയുന്നത്. അതായത് നിയമാവർത്തനം 23-ന്റെ 3-6 വാക്യങ്ങൾ ഏതിന്റെ പേരിലാണ് ശിക്ഷിച്ചത്? അപ്പവും വെള്ളവും കൊടുക്കാതിരുന്നതിന്റെ പേരിൽ. ഓക്കെ, ഇനി യഹോവ തെരഞ്ഞെടുത്ത അടുത്ത മഹാൻ ലൈംഗികതയുടെ വിശുദ്ധിയിലേക്ക് കടന്നു വരുന്നു. സുഹൃത്തുക്കളെ, ഇസഹാക്ക് ആൻഡ് റബേക്ക ആരാണെന്ന് നോക്കാം. ഇസഹാക്കിന് റബേക്ക ആരാണെന്ന് നോക്കാം. അതായത് ഇതൊക്കെ നമ്മളുടെ ഈ യേശുവിന്റെ വംശാവലിയിൽ വരുന്ന മുതുമുത്തച്ഛൻ അപ്പന്മാരാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോർത്ത് വെക്കുക. ഓക്കെ, അപ്പം പറയുന്നു, അവൻ ഇത് പറഞ്ഞു തീരും മുൻപ് പിന്നെ അബ്രഹാത്തിന്റെ സഹോദരൻ നാഹോറിന്റെ, അതായത് ഇതാരാണ്? ഇസഹാക്ക് എന്ന് പറയുന്നത് അബ്രഹാത്തിന്റെ മകനാണ്. അപ്പം ഈ പിന്നെ ഇസഹാക്ക് കല്യാണം കഴിച്ചിരിക്കുന്നത് അബ്രഹാത്തിന്റെ സഹോദരൻ നാഹോറിന്റെ ഭാര്യ മിൽക്കായിലുള്ള മകനായ ബത്തുവേലിന്റെ മകൻ. അതായത് പിന്നെ ഇസഹാക്ക് പിന്നെ ഇസഹാക്കിന്റെ ഇളയച്ചന്റെ മകന്റെ മകൾ, അതായത് ഇസഹാക്കിന്റെ ഇളയച്ചന്റെ മകന്റെ മകൾ. മനസ്സിലായോ? അതായത് ഇസഹാക്ക് അച്ഛന് തുല്യനാകാൻ ഉള്ള ഒരു കാര്യമാണ് അവിടെ വരുന്നത്. അതായത് ഇസഹാക്കിന്റെ ഇളയച്ചന്റെ മകന്റെ മകൾ. അപ്പൊ എത്ര കുഞ്ഞായിരിക്കും ആ കുഞ്ഞ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇളയച്ചന്റെ മകന്റെ മകൻ എന്ന് പറയുന്നത് ഇളയച്ചന്റെ മകൻ എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം സഹോദരന്മാരായിരിക്കും. സഹോദരന്റെ മകൻ, അതായത് നമ്മൾക്ക് പുത്രി സമാനമായിട്ടുള്ള ഒരു വ്യക്തി, അതായത് കുഞ്ഞായിരിക്കും. അതല്ലേ നമ്മളുടെ മക്കൾ എന്ന് പറഞ്ഞ കുഞ്ഞല്ലേ. അപ്പൊ 10-40 വയസ്സാവുമ്പോഴാണ് ഇയാള് റബേക്കയെ കല്യാണം കഴിച്ചെന്നാണ് പറയുന്നത്. അതും ചാർച്ചക്കാർ. നോക്കൂ, അതായത് ലൈംഗികതയുടെ വിശുദ്ധി വാരിക്കോരി പഠിപ്പിച്ചിരിക്കുന്ന ഈ പിന്നെ പുസ്തകത്തിന്റെ എന്താ പറയുക ബഹുത്ത് ബടാ മ്ലേച്ഛതയാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച അടുത്ത പിന്നെ ഇതിലേക്ക് വന്നിരിക്കുന്ന എൻട്രി അടിച്ചിരിക്കുന്ന പിന്നെ ഒരു വ്യക്തിയാണ് ഇസഹാക്ക് റബേക്ക. ഇനി അടുത്ത് നോക്കാം, ഇസഹാക്കിന്റെ മക്കളായിട്ടുള്ള യാക്കോബ് എന്താ ചെയ്തിരിക്കുന്നത് നോക്കാം. ഈ യാക്കോബ് കല്യാണം കഴിച്ചിരിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ. 2 സഹോദരിമാരെ തന്നെയാണ് ഒന്നിച്ച് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതായത് ലേയും റാഹേലും. അപ്പൊ ഈ ലേയും റാഹേലിനെയും സ്വന്തം സഹോദരിമാരാണ്. രണ്ടും പിന്നെ സഹോദരിമാരാണ്. അതുകൊണ്ട് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇപ്പൊ ഇസ്രായേലിന്റെ രാജ്യം, അതായത് ഇപ്പൊ ഇവര് ഇസ്രായേൽക്കാരല്ലേ, ഈ ക്രിസ്ത്യാനികളൊക്കെ ഇസ്രായേൽക്കാരാണ് കേട്ടോ. അപ്പൊ ഇസ്രായേൽ കല്യാണം കഴിച്ചിരിക്കുന്ന 2 സഹോദരിമാരെയാണ്. അടുത്ത ഇതിലേക്ക് ലൈംഗികതയുടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച ഒരു മഹാനാണ് ഈ പിന്നെ യാക്കോബ് എന്ന് പറയുന്ന ഇസ്രായേൽ. ഓക്കെ, അത് കൂടുതൽ പറയാനില്ല. പിന്നെ അടിമകളായിട്ട് അവിടെ പിന്നെ വന്നിട്ടുണ്ട്. അതായത് അടിമകളായിട്ട് പിന്നെ ലാബാൻ ലേയയുടെ പരിചാരക സിൽഫായനെയും
ഈ പിന്നെ യാക്കോബ് പിന്നെ ഭാര്യയാക്കി വെപ്പാട്ടിയാക്കി എന്ന് പറയാം. അവരുടെ മക്കൾക്കൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല കേട്ടോ. അത് 12 പേരെ തെരഞ്ഞെടുത്തുവെങ്കിലും ഇവർക്ക് പിന്നെ അടിമകളായതുകൊണ്ട് തന്നെ അത്ര വലിയ ഇതില്ല. അതായത് സ്വതന്ത്ര സ്ത്രീകളായിട്ടുള്ള ഈ റാഹേലും അതുപോലെ തന്നെ ലേയുടെ മക്കൾക്കാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഒക്കെ അവിടെ കൊടുക്കുന്നത്. അങ്ങനെയും ഈ ഇദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ. നോട്ടം കൂടുതൽ അടിമകളോട് പുച്ഛമാണ്. എന്തായാലും അതായത് ലേയയുടെ പരിചാരിക സിൽഫാനെ പിന്നെ സിൽഫായും കല്യാണം കഴിച്ചു. അതുപോലെ റാഹേലിന്റെ അടിമയായിട്ടുള്ള ബിൽഹാനെ ഈ പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ 4 പേരെയാണ് ഇയാൾ കല്യാണം കഴിച്ചത്. 4 പേരിൽ 12 മക്കൾ, സോറി പ്ലസ് ഒരു പെൺകുഞ്ഞ്, 13 കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വരുന്നു. നോക്കുക, ഇത് പറഞ്ഞ് ഇത് എവിടെ അന്തോ കുന്തോ ഇല്ലാത്ത പോലെയാണ് കേട്ടോ. അടുത്തതായി യാക്കോബിന്റെ മകനായിട്ടുള്ള റൂബനാണ്. റൂബൻ എന്താ ചെയ്തതെന്ന് നോക്കാം. അതായത് മൂത്ത മകനാണ് റൂബൻ. റൂബൻ എന്താ ചെയ്തത്? പിന്നെ ഇസ്രായേൽ, അതായത് യാക്കോബ് ആ നാട്ടിൽ പാർത്തിരുന്നപ്പോൾ റൂബൻ തന്റെ പിതാവിന്റെ ഉപനാരിയായി ബിൽഹായുമൊത്ത് ശയിച്ചു. അതായത് സ്വന്തം അപ്പന്റെ ഭാര്യയുമായിട്ട് ശയിച്ച, അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശയിച്ചിരിക്കുന്ന ഒരു പിന്നെ അതായത് ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം. ആരാണ് ഇവന്മാരൊക്കെ? അതായത് യേശുവിന്റെ വംശാവലിയിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ. യാക്കോബിന്റെ മകൻ റൂബൻ. റൂബൻ എന്ന് പറയുന്നത് ഇവർ പറയും ഇത് റൂബനെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടല്ലോ എന്ന്. അതായത് അച്ഛൻ ഇത് കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോഴാണ് റൂബനെ ചവിട്ടി അങ്ങ് പുറത്താക്കുന്നത്. നോക്കുക, എന്നിട്ടും അവന്റെ പ്രാധാന്യമൊന്നും കുറച്ചിട്ടില്ല. കാരണം സ്വതന്ത്ര സ്ത്രീയിൽ ജനിച്ചിരിക്കുന്ന ഒരു മകനായതുകൊണ്ട് തന്നെ അവന്റെ പ്രാധാന്യമൊന്നും കുറച്ചിട്ടില്ല. എന്നിട്ട് അതായത് പിന്നെ പിതാവിന്റെ ഉപനാരിയായിട്ടുള്ള യാക്കോബിന്റെ ഭാര്യയായിട്ടുള്ള ബിൽഹായുമൊത്ത് ശയിച്ച് അത് ഇസ്രായേൽ അറിയാനിടയായി കേട്ടോ. ഈ യാക്കോബ് അറിഞ്ഞു, എന്നിട്ടൊന്നും ചെയ്തൊന്നുമില്ല കേട്ടോ. എന്ത് ചെയ്യാനാ? മക്കളിങ്ങനെ ലൈംഗികതയുടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ അപ്പൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൻ ഇതേ രീതിയിൽ തന്നെ ലൈംഗികതയുടെ വിശുദ്ധി സൂക്ഷിപ്പുകാരനായി പോയില്ലേ? എന്ത് ചെയ്യും? ഓക്കെ, നോക്കൂ. ഇനി അടുത്തതായിട്ട് ഈ ഇസ്രായേലിന്റെ തന്നെ എന്താ പറയുക, ഭഗവാനെ ഇതൊക്കെ പിന്നെ അനുഭവിക്കാൻ ഞാൻ ഇങ്ങനെ ആയല്ലോ എന്നൊക്കെയാണ് പിന്നെ യാക്കോബ് വിചാരിക്കേണ്ടാവുക. പക്ഷെ യാക്കോബ് അതേ തന്നെയാണ്. ഇവർക്കൊക്കെ ഒരു കുടുംബ പിന്നെ സഹകരണമാണ് കേട്ടോ. സഹകരണ ബാങ്ക് എന്ന് പറയില്ലേ, അതുപോലെയാണ്. ഇതൊക്കെ സഹകരണമാണെന്നാണ് തോന്നുന്നത്. മറ്റൊരു മകൻ ഇനി എന്താ ചെയ്യുന്നത്? യൂദ എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊക്കെ അറിയുന്ന യൂദ എന്താ ചെയ്യുന്നത്? സ്വന്തം മകന്റെ ഭാര്യയിൽ കുട്ടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആലോചിക്കൂ. തന്റെ കടിഞ്ഞൂൽ പുത്രനായ, ഇനി നിങ്ങൾ രസകരമായ സ്റ്റോറി കേട്ടോളൂ. ഇത് വളരെ രസകരമായിട്ടുള്ള സ്റ്റോറിയാണ്. അടുത്ത ലൈംഗികതയുടെ വിശുദ്ധി വളരെ കാത്ത് പരിപാവനമായി സൂക്ഷിച്ച യൂദയാണ് അവിടുത്തെ വരുന്നത്. തന്റെ കടിഞ്ഞൂൽ പുത്രനായ ഏറിന് യൂദ ഒരു ഭാര്യയെ തെരഞ്ഞെടുത്തു. അവളുടെ പേര് താമാർ എന്നായിരുന്നു. എന്നാൽ യൂദയുടെ കടിഞ്ഞൂൽ പുത്രനായ ഏർ കർത്താവിന്റെ മുൻപിൽ ദുഷിച്ചവനായിരുന്നു. കർത്താവ് അവനെ മരണത്തിനിരയാക്കി. അപ്പോൾ യൂദ ഓനാനെ വിളിച്ചു പറഞ്ഞു, നിന്റെ സഹോദരന്റെ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക. സന്തതി തന്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തന്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം അങ്ങ് നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായി. അതായത് കർത്താവ് ലൈംഗികതയുടെ വിശുദ്ധി ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന യഹോവയ്ക്ക് ഇത് അനിഷ്ടമായി. അതായത് ഇവര് എന്താണോ റൂമിൽ എടുക്കുന്നത് ആ പരിപാടി, അതായത് പിന്നെ നിലത്ത് പിന്നെ എന്താ പറയണ്ടേ, ആ ഒരു കളഞ്ഞപ്പോ, അതായത് ബീജം നിലത്ത് വീഴ്ത്തി കളഞ്ഞതുപോലും മോണിറ്റർ ചെയ്ത് CCTV വെച്ചിരിക്കുന്ന ഈ യഹോവ കണ്ടു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി. അപ്പോൾ യൂദ തന്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു, എന്റെ മകൻ ഷേല വളരുന്നതുവരെ നിന്റെ പിതാവിന്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക. അവനും സഹോദരന്മാരെ പോലെ മരിച്ചേക്കാമെന്ന് യൂദ ഭയപ്പെട്ടു. താമാർ തന്റെ പിതാവിന്റെ വീട്ടിൽ പോയി താമസിച്ചു. കുറെ നാൾ കഴിഞ്ഞ് യൂദായുടെ മകൾ മരിച്ചു. അത് യൂദായുടെ ഭാര്യ മരിച്ചു. ദുഃഖത്തിന് ആശ്വാസം ഉണ്ടായപ്പോൾ അവൻ തന്റെ സുഹൃത്ത് ഹീറയുടെ തിമ്നായിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി. നിന്റെ അമ്മായിയപ്പൻ ആടുകളുടെ രോമം മുറിക്കാൻ തിമ്നായിലേക്ക് പോകുന്നുണ്ട് എന്ന് ആളുകൾ താമാറിനോട് പറഞ്ഞു. ഷേലായിക്ക് പ്രായമായിട്ടും തന്നെ അവന് വിവാഹം ചെയ്തു കൊടുക്കുന്നില്ലെന്ന് കണ്ട് താമാറിന്റെ കൺട്രോൾ പോയി. താമാർ തന്റെ വിധവാ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് ദേഹമാകെ മറച്ച് തിമ്നായിലേക്കുള്ള വഴിയിൽ എനയും പട്ടണത്തിന്റെ വാതിൽക്കൽ ചെന്നിരിപ്പായി. മുഖം മൂടിയിരുന്നത് കൊണ്ട് അവൾ ഒരു വേശ്യയാണെന്ന് യൂദ വിചാരിച്ചു. എന്താണ്? അവൾ ഒരു വേശ്യയാണെന്ന് മുഖമൊക്കെ മൂടിയിട്ടാണ് കേട്ടോ. അതായത് അമ്മായിയപ്പനെ മയക്കാനാണ് ആള് പോയിരിക്കണത്. വഴിവക്കത്ത് അവളുടെ അടുത്ത് ചെന്ന് അവൻ പറഞ്ഞു, വരൂ, കമോൺ, ഞാൻ നിന്നെ പ്രാപിക്കട്ടെ. തന്റെ മരുമകളാണെന്ന്, അതായത് ഒരു വേശ്യയോടാണ് പറയുന്നത്. ഇതൊക്കെ ഇവരുടെ ലൈംഗികതയുടെ വിശുദ്ധിയിൽ വേശ്യ എന്നൊക്കെ പറഞ്ഞൊന്നും അടി കിട്ടുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ കൊല്ലാൻ പറ്റുന്ന ഒരു പരിപാടിയൊക്കെയാണ്. പക്ഷെ ഇവന്മാർക്ക് എന്താണെന്ന് അറിയില്ല. വളരെ പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജസ് ഒക്കെയാണ്. എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും കമോൺ, ഞാൻ നിന്നെ പ്രാപിക്കട്ടെ.
തന്റെ മരുമകളാണെന്ന് അവൾ എന്ന് അവൻ അറിഞ്ഞില്ല. പാവം മുഖം നോക്കി പോലും ഇല്ല കേട്ടോ. മരുമകളാണെന്ന് അവൻ അറിഞ്ഞില്ല. അവൾ ചോദിച്ചു, അങ്ങ് എനിക്ക് എന്ത് പ്രതിഫലം തരും? അവൻ പറഞ്ഞു, ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം. അവൾ ചോദിച്ചു, അതിനെ കൊടുത്തയക്കുന്നത് വരെ എന്തുറപ്പാണ് എനിക്ക് തരിക? അവൻ ചോദിച്ചു, ഉറപ്പായി ഞാൻ എന്താണ് നിനക്ക് തരേണ്ടത്? അവൾ പറഞ്ഞു, അങ്ങയുടെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും. അവൻ അവയെല്ലാം അവൾക്ക് കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു. മതിയല്ലോ. ഓക്കെ. അവൾ അവിടെ നിന്ന് പോയി തന്റെ മൂടുപടം മാറ്റി വിധവാ വസ്ത്രം ധരിച്ചു. താൻ കൊടുത്തവ താൻ ഈടുകൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ യൂദാ അതുല്യങ്കാരനായ സ്നേഹിതന്റെ കയ്യിൽ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. നേരുന്നറിയുള്ളവനാണ് യൂദാ കേട്ടോ. ആട്ടിൻകുട്ടിയെ അങ്ങ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്നാൽ അവന് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ സ്ഥലത്തുള്ളവരോടെല്ലാം ചോദിച്ചു, എനൈമിലെ വഴിവക്കിലിരുന്ന വേശ്യ എവിടെ? അവൻ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു വേശ്യയില്ല. അവൻ തിരിച്ചു ചെന്ന് യൂദായോട് പറഞ്ഞു, അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല എന്ന് അവിടുത്തുകാർ പറയുകയും ചെയ്തു. യൂദാ പറഞ്ഞു, സാധനങ്ങൾ അവൾ സ്വന്തമായി സൂക്ഷിച്ചു കൊള്ളട്ടെ, നമ്മെ ആരും പരിഹസിക്കരുതല്ലോ. അത് നോക്ക്, എന്തൊരു എന്തൊരു ഇതാണെന്ന് നോക്കൂ. അതായത് ദാനശീലനായിട്ടുള്ള യൂദാ. അത് നമുക്ക് അതൊന്നും വേണ്ട. എന്തായാലും ഞാൻ അങ്ങ് കൊടുത്ത സാധനങ്ങളൊക്കെ ആണല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ തന്റെ മരുമകളായ താമാർ വേശ്യാവൃത്തി നടത്തിയെന്നും അവളിപ്പോൾ ഗർഭിണിയാണെന്ന് യൂദാ കേട്ടു. അവൾ പറഞ്ഞു, അവളെ പുറത്തിറക്കി ചുട്ടുകളയുക. ഇയാൾ ചെയ്തത് വേശ്യാവൃത്തിയാണെന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് പറയുന്നത് കണ്ടവരെ വേശ്യാവൃത്തി നടത്തിയെന്നും പറഞ്ഞിട്ട് ചുട്ടുകൊല്ലാൻ ഇയാൾക്ക് ഒരു ഉളുപ്പും ഇല്ല കേട്ടോ. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ തന്റെ അമ്മായിയപ്പന് ഒരു സന്ദേശം അയച്ചു. ആളാരാ? താമാറാരാ മോള്? നോക്കുക. ഈ മുദ്രമോതിരവും വളയും വടിയും ആരുടേതെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായത്. അപ്പൊ തന്നെ എന്താ പറയണ്ടേ, യൂദാ അങ്ങ് പെട്ടുപോയി കേട്ടോ. അത് തന്റേതാണെന്ന് യൂദാ സമ്മതിച്ചു? സമ്മതിക്കാതെ തരയില്ലല്ലോ. എന്താണ് എന്നിട്ട് പിന്നെ ഒരു കാര്യമാണ് അവിടെ പറയണത്. എന്തായാലും അവളുടെ ഈ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങളെയും കൊടുത്തിട്ടാണ് ഈ ലൈംഗികതയുടെ വിശുദ്ധി യഹോവയും അതുപോലെ യഹോവയുടെ പ്രിയപുത്രനായിട്ടുള്ള, അതായത് ഈ യൂദായുടെ പാരമ്പര്യത്തിലാണ് ആര് വരുന്നത്? നമ്മുടെ യേശു ക്രിസ്തു എന്ന് പറയുന്ന ദാവീദിന്റെ പാരമ്പര്യത്തിൽ, അതുപോലെ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈ വ്യക്തി വന്നിരിക്കുന്നത് ഈ യൂദായുടെ പാരമ്പര്യത്തിലാണ്. മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ലൈംഗികതയുടെ വിശുദ്ധി ഉയർത്തിപ്പിടിച്ച മറ്റൊരു മഹാനാണ് യഹോവയുടെ ലിസ്റ്റിലേക്ക്, അല്ലെങ്കിൽ യഹോവയുടെ പിന്നെ മക്കളുടെ ലിസ്റ്റിലേക്ക് വരുന്ന നമ്മുടെ യൂദാ. അടുത്ത എൻട്രി ആരാണെന്ന് നോക്കാം. അടുത്തത് മോശയുടെ അപ്പനായ അമ്രാം. ആരാണ്? മോശയുടെ അപ്പനായ അമ്രാം. ആരെയാണ് കല്യാണം കഴിച്ചത്? സ്വന്തം പിതൃ സഹോദരി, അതായത് ചെറിയ പിന്നെ അമ്മായി എന്നൊക്കെ പറയില്ലേ നമ്മള്, അച്ഛന്റെ സഹോദരി. അതായത് നിങ്ങളുടെ ഒക്കെ അച്ഛന്റെ സഹോദരി നിങ്ങൾ എങ്ങനെ കല്യാണം കഴിച്ചാൽ ഉണ്ടാകും, അത് തന്നെയാണ് അവിടെ ഈ മോശയുടെ അപ്പൻ കിട്ടിയിരിക്കുന്നത്. അതിലാണ് മോശയെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അമ്രാം എന്ന് പറയുന്ന ഈ വ്യക്തി തന്റെ സ്വന്തം അപ്പന്റെ സഹോദരിയെ കല്യാണം കഴിച്ച് അതിൽ കുട്ടി ഉണ്ടാക്കി. അതായത് സ്വന്തം അമ്മയ്ക്ക് സമം എന്ന് നമുക്ക് പറയാം. അമ്രാം തന്റെ പിതൃ സഹോദരിയായ യോക്കബെത്തിനെ, അതായത് അമ്രാം തന്റെ പിതൃ സഹോദരിയായ യോക്കബെത്തിനെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് അഹറോൻ, മോശ എന്നിവർ ജനിക്കുകയും ചെയ്തു. 2 കുട്ടികളെയും ഉണ്ടാക്കി. 3 കുട്ടികളാണ് യഥാർത്ഥത്തിൽ. ഓക്കെ. എന്തായാലും മിറിയാം എന്ന് പറയുന്ന ഒരു പുത്രി കൂടെ ഉണ്ട്. അമ്രാമിന്റെ ജീവിതകാലം അത് പറയേണ്ട ആവശ്യമില്ല. പുറപ്പാട് പുസ്തകം 6:20. ആരെയാണ്? പിതൃ സഹോദരിയെ, അമ്രാം തന്റെ പിതൃ സഹോദരിയായ യോക്കബെദിനെ ഭാര്യയായി സ്വീകരിച്ചു എന്നാണ് പറയണത്. ഇനി അടുത്ത ഒരു പിന്നെ ഇതിലേക്ക് വരുന്ന ആള് എന്ന് പറയുന്നത് കാലെബ് ആണ്. നിങ്ങൾ കേട്ട് കാണും കാലെബ്. ആരാണ്? അതായത് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്നും വിളിച്ച് 6 ലക്ഷത്തോളം പുരുഷാരവും പിന്നെ അതിനൊത്ത മറ്റു അസംഖ്യം ജനസംഖ്യകളുമായിട്ട് വരുമ്പോൾ 6 ലക്ഷം പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് 2 പേരാണ്. 2 പറയുന്ന 2 വ്യക്തികൾ, അതായത് പിന്നെ നമ്മുടെ പിന്നെ എന്താണ്, ജോഷുവയും കാലെബും. അതായത് കാലെബ് എന്ന് പറയുന്നത് പിന്നെ അതിന്റെ അർത്ഥം തന്നെ പട്ടി എന്നാണ് അർത്ഥം, നായ എന്നാണ് അർത്ഥം. നിങ്ങൾ അടിച്ചു നോക്കുക. കാലെബ്. ഈ 2 വ്യക്തികൾ, അതായത് കാലെബിന്റെ ഒരു ഗുണത്തെ കുറിച്ച് യഹോവ വർണ്ണിക്കുന്നുണ്ട്. എന്താണ്? അതായത് എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല, എന്നാൽ എന്റെ ദാസനായ കാലെബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. ആരാണ് പറയുന്നത്? യഹോവയാണ് പറയുന്നത്. ആരാണ്? അതായത് എന്റെ ദാസനായ കാലെബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾ അവൻ അത് കൈവശമാക്കും. എന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അതായത് ഈ കാലെബിനെ നയിച്ചിരിക്കുന്ന ചൈതന്യം വ്യത്യസ്തമാണ് പോലും. ഓക്കെ. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. അപ്പൊ ഈ യഹോവയുടെ പരിപാടി എന്താണ്? അമ്മയെയും മക്കളെയും ഒക്കെ ഭോഗിക്കുന്ന പരിപാടിയാണ്. അതായത് എന്നെ പൂർണ്ണമായി അനുഗമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സംഖ്യാപുസ്തകം 14:20
24. എന്താ പറയണത്? സംഖ്യാപുസ്തകം 14:24. ഇനി കാലബ് എന്താ കാണിച്ചു കൂട്ടിയെന്ന് നമുക്ക് നോക്കാം. കാലബ് പിതാവിന്റെ വിധവയെ, അതായത് സ്വന്തം അമ്മ എന്നാണ് പറയുന്നത്, പിതാവിന്റെ വിധവ എന്നാണ് ഇവിടെ പറയുന്നത്. സാധാരണ ഉപനാരി എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കുക, കാലബ് സ്വന്തം അമ്മയെ തന്നെയാണ് കെട്ടുന്നത്. അതായത് സ്വന്തം അമ്മയെ തന്നെയാണ് കെട്ടുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കാലബ്, അസുബ എന്ന് പറഞ്ഞിരിക്കുന്ന അവനൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവളുടെ മരണത്തിന് ശേഷം കാലബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു എന്നാണ് പറയുന്നത്. എഫ്രാത്ത എന്ന് പറയുന്നത് പിന്നെ ഈ കാലബിന്റെ അപ്പനായിട്ടുള്ള ഹെസ്രാന്റെ ഭാര്യയാണ്. ഹെസ്രാന്റെ മരണം, അതായത് ദിനവൃത്താന്തം, ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് കാലബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു, അവളിൽ ഹൂർ ജനിച്ചു എന്നാണ് പറയുന്നത്. 1 ദിനവൃത്താന്തം 2:18-20 വാക്യങ്ങൾ. ഇതിന്റെ തന്നെ നോക്കിക്കോളൂ. 1 ദിനവൃത്താന്തം 2:24. ഹെസ്രാൻ, ഇയാളുടെ അപ്പനാണെന്ന് തെളിയിക്കേണ്ട റെഫറൻസ് ആണ്. ഹെസ്രാന്റെ മരണത്തിന് ശേഷം കാലബ് പിതാവിന്റെ വിധവയായ എഫ്രാത്തയെ പ്രാപിച്ചു. മനസ്സിലായോ? അതായത് 1 ദിനവൃത്താന്തം 2:24. അതായത് അപ്പന്റെ വിധവ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ അവിടെ ഉപനാരി എന്നാണ് വരേണ്ടത്. ഇവിടെ ഈ കാലബ് എന്ന് പറയുന്ന സ്വന്തം അമ്മയെ തന്നെയാണ് കെട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. സാധാരണ ഉപനാരി എന്നാണ് പറയുന്നത്, അച്ഛന്റെ വിധവ എന്ന് പറയാറില്ല. ഉപനാരിയെ കെട്ടി അങ്ങനെയാണ് പറയുന്നത്. നേരത്തെ ഞാൻ വായിച്ചില്ലേ റെഫറൻസ്, അതായത് റൂബൻ എന്ന് പറയുന്ന വ്യക്തി സ്വന്തം ഉപനാരി, അപ്പന്റെ ഉപനാരിയായിട്ടുള്ള ബിൽഹായുമായി ശയിച്ചു എന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കുക, അപ്പന്റെ വിധവ എന്നാണ് പറയുന്നത്. അമ്മ എന്ന് പറയുമ്പോൾ ഇവർക്ക് അശ്ലീലമാണ്, അല്ലെങ്കിൽ അത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വായിച്ചു നോക്കുമ്പോൾ, അതായത് കുറച്ചെങ്കിലും ധാർമ്മികത നിൽക്കുന്ന ഇപ്പം ഭാരതത്തിലുള്ള ആൾക്കാരായിട്ടുള്ള ആൾക്കാരാണ് വായിച്ചു നോക്കുന്നതെങ്കിൽ ഇതൊക്കെ അവർക്ക് കൊള്ളും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ മാറ്റിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് നോക്കുക. ഇനി കാലബ് ആരെയാണ് പിന്നീട് കല്യാണം കഴിക്കുന്നത്? മകളെ തന്നെ കല്യാണം കഴിക്കുന്നത് കേട്ടോ. പട്ടി ജന്മമാണ്, അതായത് പേര് പോലെ തന്നെ പട്ടിയാണ് ഇദ്ദേഹം എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ കെട്ടുന്നു, മകളെ കെട്ടുന്നു, അവരെ കെട്ടുന്നു, ഇവരെ കെട്ടുന്നു, ഓടി നടന്ന് ഈ യഹോവയുടെ ലൈംഗിക വിശുദ്ധി സൂക്ഷിക്കുന്ന പിന്നെ എന്താ പറയുക ടീമുകളാണ് ലിസ്റ്റിൽ വരുന്നത്. യഹോവയുടെ അതുപോലെ തെരഞ്ഞെടുത്തിരിക്കുന്ന കാര്യവും ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അവൻ യഹോവയെ പിൻപറ്റി എന്നാണ് പറയുന്നത്. യഹോവ എന്താണോ കാണിച്ചു കൂട്ടിയത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. യഹോവ എന്തൊക്കെ കാണിച്ചു, അതായത് ഇവരൊക്കെ യഹോവയെ പിഞ്ചെന്നു, അതായത് ഈ പിന്നെ പൂർണ്ണമായും അനുഗമിച്ചു. അവൻ എന്റെ ദോസ്താണ്, ബഡാ ദോസ്താണെന്നൊക്കെയാണ് പറഞ്ഞു വെപ്പ്. എന്തൊക്കെയാണ് ഈ യഹോവ കാണിച്ചു വെച്ചിരിക്കുന്നത്? യഹോവയെ പിഞ്ചെന്നു, അല്ലെങ്കിൽ യഹോവയുടെ അങ്ങനെ അനുഗമിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതൊക്കെ കേട്ടു എന്നൊക്കെയാണ് പറയുന്നത്. എന്താ ഈ കേട്ടത്? യഹോവ എന്താണെന്ന് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കണോ? ഇനി കാലബ് മകളെ കല്യാണം കഴിക്കുന്നത് നോക്കുക, പലപ്പോഴും തിരുത്തപ്പെട്ടിട്ടുള്ള പുസ്തകം തന്നെയാണ് ബൈബിൾ എന്ന് പറയുന്നത്. ഈ മ്ലേച്ഛതകളൊക്കെ അവര് വളരെ വിദഗ്ധമായിട്ട് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പല പുസ്തകങ്ങളിലും പല പല തരത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ വായിക്കുന്നത് പിന്നെ ഈ നമ്മുടെ എന്താ പറയണ്ട POC ബൈബിളും അതുപോലെ തന്നെ നമ്മുടെ സത്യവേദ പുസ്തകത്തിലുള്ള റെഫറൻസ് ആണ്. ഹെസ്രോന്റെ മകൻ കാലബ് തന്റെ ഭാര്യയായ അസൂബയിലും എരിയോത്തിലും, അതായത് അസൂബയിൽ ജനിച്ചിരിക്കുന്നതാണ് എരിയോത്ത്, മക്കളെ ജനിപ്പിച്ചു. എന്താ പറയുന്നത്? തന്റെ ഭാര്യയായ അസൂബയിലും എരിയോത്തിലും മക്കളെ ജനിപ്പിച്ചു എന്നാണ് പറയുന്നത്. അവളുടെ പുത്രന്മാർ യാശേർ, ശോബാബ്, അർദോൻ എന്നാണ് പറയുന്നത്. 1 ദിനവൃത്താന്തം 2:18. ഇത് ഇനി നിങ്ങൾ മറ്റുള്ള ഇതിൽ വരികയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഹെസ്രാന്റെ മകനായ കാലബിന് ഭാര്യയായ അസൂബയിൽ എറിയോത്ത് ജനിച്ചു എന്ന് വേറെ ട്രാൻസ്ലേഷനിൽ നിങ്ങൾക്ക് കിട്ടും. അതായത് ഹെസ്രാന്റെ മകൻ എന്ന് പറയുന്നത്, ഹെസ്രാന്റെ മകനായിട്ടുള്ള കാലബ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഭാര്യ അസൂബ, അതിൽ എറിയോത്ത് ജനിച്ചു എന്നാണ് പറയുന്നത്. അവളുടെ പുത്രന്മാര് യാഷിയർ, ഷൊബാബ്, അർദോൻ എന്നാണ് പറയുന്നത്. അതായത് POCയിലും ഇതും രണ്ടും കൂടെ വായിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ കള്ളക്കളി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. POC മറ്റേ സത്യവേദ പുസ്തകത്തിൽ ഹെസ്രോന്റെ മകൻ കാലബ് തന്റെ ഭാര്യയായ അസൂബയിലും എരിയോത്തിലും, അത് രണ്ടും ഭാര്യയാക്കി വിട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് POC ബൈബിൾ ആണെങ്കിൽ അവിടെ എന്താ പറയുക, ഹെസ്രാന്റെ മകനായ കാലബിന് ഭാര്യയായ അസൂബയിൽ എറിയോത്ത് ജനിച്ചു, അതായത് മകളായി എറിയോത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ യാഷിയർ, ഷോബാബ്, അർദോൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി നിങ്ങൾ വായിച്ചു നോക്കുക. കൃത്രിമം കാണിച്ചിരിക്കുന്ന പുസ്തകമാണ്, അതുകൊണ്ട് തന്നെ 2 റെഫറൻസും ഞാൻ വെക്കുകയാണ്. നിങ്ങൾ പിന്നെ ഗൂഗിളിലൊക്കെ നോക്കുക, ഗൂഗിളിലൊക്കെ കൃത്യമായി അടിച്ചു നോക്കിയാൽ മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ അടിച്ചു നോക്കുകയാണെങ്കിൽ ഇവർക്ക് തന്നെ ഒരു ജാള്യതയും ഒരു മ്ലേച്ഛതയൊക്കെ ചെയ്തുകൊണ്ട് സ്വന്തം മകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഒക്കെ അവർ മറച്ചു വെക്കാൻ, അല്ലെങ്കിൽ ഇവരുടെ വിശുദ്ധ പുസ്തകമാണെന്ന് നോക്കുക. അപ്പം അവിടെ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ. ഇനി അടുത്തത് ലൈംഗിക വിശുദ്ധി. ഇപ്പൊ കാലബിന്റെ ഒക്കെ ലൈംഗിക വിശുദ്ധി നമ്മൾ കേട്ട് കഴിഞ്ഞു. വളരെ വളരെ അടിപൊളിയായിട്ടുള്ള ലൈംഗിക വിശുദ്ധിയാണ്, ബഹുത്വപ്പെട്ട മ്ലേച്ഛതകളാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ലൈംഗിക വിശുദ്ധി, യാക്കോബിന്റെ മകൻ ജോസഫിന്റെ മകൻ മാഖീർ. അതായത് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈജിപ്തിന്റെ രാജാവായിരുന്ന അല്ലെങ്കിൽ ഫറവോനെ തുല്യം ഭരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്.
അവന്റെ മകനായിട്ടുള്ള മാഖീർ ആരെയാണ് കല്യാണം കഴിച്ചത് നോക്കാം. അവന്റെ സഹോദരിയെ തന്നെയാണ് കല്യാണം കഴിച്ചത്. കുറ്റം പറയാൻ സാധിക്കില്ല. അബ്രഹാമിനെ പിൻപറ്റി എന്നേ നമുക്ക് പറയാനുള്ളൂ. മാഖീർ തന്റെ സഹോദരി മാഖായെ വിവാഹം കഴിക്കുന്നു. മാഖീർ അവന്റെ സഹോദരി മാഖ. 1 ദിനവൃത്താന്തം 7:15. മാഖീറിന്റെ ഭാര്യ മാഖ ഒരു പുത്രനെ പ്രസവിച്ചു. അവന് പേരേഷ് എന്ന് പേരിട്ടു. 1 ദിനവൃത്താന്തം 7:16. നിങ്ങൾ ഇതൊക്കെ റെഫറൻസ് എടുക്കുക. എനിക്ക് ക്ഷീണം പിടിച്ചു കേട്ടോ എന്തായാലും. ഇനി അടുത്തത് വരുന്നത് ഇനിയും ഇഷ്ടംപോലെ ഒരുപാട് കിടക്കുകയാണ്. ഇതിന്റെ ലിസ്റ്റ് ഒന്ന് തീർത്തിട്ട് വേണം എനിക്ക് റെസ്റ്റ് എടുക്കാൻ. ഓക്കെ, അടുത്തത് സോളമന്റെ മകൻ റഹോബോവാം കെട്ടിയത് ആരെയാണെന്നറിയോ? ദാവീദിന്റെ ഭാര്യ. അതായത് സോളമന്റെ മകൻ റഹോബോവാം കെട്ടിയത് അച്ചച്ചന്റെ ഭാര്യയെ, അതായത്